ഇസ്ലാം സമൂഹത്തിൽ നവോത്ഥാന നായകന്മാരുടെ ഒരു 10 പേരുടെ പേരിങ്ങോട്ട് പറഞ്ഞേ. ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേരുടെ പേര് പറയൂ. ക്രിസ്ത്യൻ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേര് പറയൂ. നമസ്കാരം. ഇദ്ദേഹം ആരാണെന്ന് മനസ്സിലായല്ലോ. RSSന്റെ പത്രമായ കേസരിയുടെ പത്രാധിപരാണ് NR മധുസാർ. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹത്തെ ഇപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞു തുടങ്ങിയത്. അദ്ദേഹത്തിന് അറിയേണ്ടത് വിഷയങ്ങൾ കേട്ടല്ലോ. ആ വിഷയങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ആ ചർച്ചകൾ എന്തൊക്കെയായിരുന്നു, അദ്ദേഹത്തിന് എന്തൊക്കെയാണ് വേണ്ടത്, അദ്ദേഹം ഒരു പൊതുമാധ്യമത്തോട് സംസാരിച്ച ആ വിഷയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ ഈ സംശയങ്ങൾ ഒന്ന് തീർത്തു കൊടുക്കാം. നമുക്ക് നവോത്ഥാനത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം പേരുകളും ഒക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. ആദ്യം തന്നെ ഇയാൾ ഈ നവോത്ഥാനം എന്താണെന്ന് അറിയണ്ടേ. നവോത്ഥാനം എന്ന് പറഞ്ഞാൽ അടിമകളുടെ അന്ന് സവർണ മേധാവിത്വം ഉണ്ടായിരുന്നപ്പോൾ ഈ സവർണർ അടിച്ചമർത്തിയിട്ടിരുന്ന ദളിതരെ പോലുള്ള അടിമകളുടെ പുനരുദ്ധാരണമാണ്. അവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നതാണ് ഈ നവോത്ഥാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് കുറെ കാലം മുമ്പൊക്കെയാണ് ഇതുപോലുള്ള അടിമത്ത വ്യവസ്ഥിതിയും അതുപോലുള്ള ജാതീയ വേർതിരിവുകളും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഉച്ചനീചത്വവും മുലക്കരവും അതുപോലുള്ള സംഗതികളെല്ലാം നിർത്തലാക്കിയത് അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ സാംസ്കാരിക കേരളത്തിൽ സാംസ്കാരിക എന്താണെന്ന് പഠിപ്പിച്ചത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും അതുപോലുള്ള മുസ്ലിം സമുദായവും മാത്രമാണ്. ഒരു അക്ഷരലിപി കൃത്യമായി ഇവിടെ കൊണ്ടുവന്നത് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ശ്രമഫലമായിട്ടാണ്. വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത് 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. ആ സമയത്തൊക്കെയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് എത്തുന്നതും കേരളത്തിലേക്ക് എത്തുന്നതുമൊക്കെ. ഈ ക്രിസ്ത്യൻ മിഷണറിമാരുടെ വരവോടുകൂടി കേരളത്തിലെ ജനങ്ങളുടെ ആത്യന്തികമായ അറിവിനെ ഉയർത്തുകയും ആ സമൂഹത്തിന്റെ ഉയർപ്പിനെ കൂടുതൽ ബാധിക്കുകയും വിദ്യാഭ്യാസം എന്താണെന്ന് അവർ തിരിച്ചറിയുകയും പാശ്ചാത്യ സാംസ്കാരികം എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തത് ഈ ക്രിസ്തീയ മിഷണറിമാർ തന്നെയാണ്. ഈ ക്രിസ്തീയ മിഷണറിമാർ നടത്തിയിട്ടുള്ള പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ആദ്യം തന്നെ പറയേണ്ടത് വിദ്യാഭ്യാസ രംഗം തന്നെയാണ്. ആദ്യത്തെ സ്കൂളുകൾ സ്ഥാപിച്ചത് മിഷണറിമാരാണ്. തലശ്ശേരി, കോട്ടയം, കൊല്ലം, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് ആദ്യത്തെ സ്കൂളുകൾ ആരംഭിക്കുന്നത് ഈ ക്രിസ്തീയ മിഷണറിമാർ. ക്രിസ്തീയ മിഷണറിമാരിൽ ഒരാളായ ഹെർമൻ ഗുണ്ടാർട്ട് ബെസേൽ മിഷൻ, CMS മിഷൻ, ലണ്ടൻ മിഷണറി സൊസൈറ്റി CMS തുടങ്ങിയവ ശുശ്രൂഷ ചെയ്ത മേഖലകളിൽ കേരളത്തിലെ ആയിരങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകി. ഈ ക്രിസ്തീയ ശുശ്രൂഷകരാണ് കേരളത്തിലേക്ക് എത്തി ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ മുൻപിട്ട് നിന്നവർ. എല്ലാ മതക്കാരെയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ സംരംഭം തന്നെയാണ് അവർ ഇതിലൂടെ കാഴ്ചവെച്ചത്. പിന്നെ സ്ത്രീ ശാക്തീകരണം, അതാണ് ക്രിസ്ത്യൻ മിഷണറിമാരുടെ ആദ്യ സംരംഭങ്ങളിൽ, വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ ഏറ്റവും വലിയൊരു കാര്യം. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിൽ ഊന്നൽ നൽകി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കായി ഒരു സ്കൂൾ ആരംഭിക്കുന്നത്, ഒരു ഗേൾസ് സ്കൂൾ ആരംഭിക്കുന്നത് കോട്ടയത്താണ്. അതും ഈ മിഷണറിമാർ തന്നെയാണ്. അതിലൂടെ ഹെർമൻ ഗുണ്ടട്ട് എന്ന ഭാഷാജ്ഞാനി മലയാള ഭാഷയ്ക്ക് വേണ്ട രൂപകൽപ്പന ചെയ്തു. അദ്ദേഹം മലയാളത്തിലെ ഏറ്റവും ആദ്യത്തെ നിഘണ്ടു, മലയാള നിഘണ്ടു എഴുതിയുണ്ടാക്കി. അതാണ് നമ്മുടെ കേരളീയ സംസ്കാരത്തിന്റെ, മലയാള ഭാഷയുടെ ഏറ്റവും വലിയൊരു സംഭാവന ക്രിസ്ത്യൻ മിഷണറിമാർ നൽകിയത്. ആ ലിപികൾ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇദ്ദേഹം ഈ പറഞ്ഞ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച അദ്ദേഹവും
ഇപ്പോൾ മലയാളത്തിൽ കൃത്യമായി സംസാരിക്കുന്നതും എഴുതുന്നതും. മലയാളത്തിനൊരു ലിപി ഉണ്ടാക്കി കൊടുത്തത് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെയാണ്, ഹെർമൻ ഗുണ്ടർട്ട്. അതുവരെ മലയാളത്തിന് തമിഴ് ഭാഷയുമായി ബന്ധപ്പെട്ടുള്ള ചില ലിപികളും തമിഴ് ഭാഷയിലുള്ള അർത്ഥങ്ങളും ഒക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. മലയാളം നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പോലെ ആക്കി തീർത്തത് ഈ ഹെർമൻ ഗുണ്ടർട്ട് എന്ന വ്യക്തി തന്നെയായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ ഒരു വളരെ വലിയൊരു നവോത്ഥാനം എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിലൂടെ മലയാള ഭാഷയുടെ ആധുനികവൽക്കരണത്തിന് ഒരു വഴി തെളിച്ചു. അങ്ങനെ ഇവരുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എല്ലാ മതക്കാരെയും ഉൾപ്പെടുന്ന ഒരു വിദ്യാഭ്യാസമാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇടയിൽ ഒരു പൊതു സമൂഹ ബോധം രൂപപ്പെട്ടു. പിന്നെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് സ്ത്രീ ശാക്തീകരണം തന്നെയാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ആദ്യം തന്നെ തുടക്കം കുറിച്ചത് ഈ മിഷണറിമാരുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. അങ്ങനെ ഈ വിദ്യാഭ്യാസം വഴി സ്ത്രീകളെ സ്വതന്ത്ര ചിന്താഗതിക്കാരാക്കാനുള്ള ഒരു സഹായം ഉണ്ടായി. അതായത് സാംസ്കാരികമായും മതപരമായും ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവകാശം അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതുപോലെ എടുത്തു പറയത്തക്കത് വിദ്യാഭ്യാസത്തിൽ തന്നെയാണ്, ഭാഷയിൽ നമ്മുടെ ഭാഷ വികസനവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഹെർമൻ ഗുണ്ടർട്ട് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മലയാള ഭാഷാ വികസനത്തിന് ഒരു നിർണായക പങ്കാണ് വഹിച്ചിരിക്കുന്നത്. അങ്ങനെ മലയാളം ഗദ്യഭാഷയുടെ ആധുനിക രൂപവൽക്കരണത്തിന് ഒരു വഴി തെളിക്കുകയാണ് ഉണ്ടായത്. അതിലൂടെ മലയാളത്തിലേക്ക് അനേകം മതഗ്രന്ഥങ്ങളും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളും വിവർത്തനം ചെയ്യപ്പെട്ടു. ഒരു ലിപി നമുക്ക് ഈ മലയാളത്തിന് സ്വന്തമായി ഉണ്ടായപ്പോൾ മറ്റുള്ള ലിപികളിൽ രചിച്ചിരുന്ന മതഗ്രന്ഥങ്ങളും ശാസ്ത്രീയ ഗ്രന്ഥങ്ങളുമെല്ലാം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. അപ്പോൾ തന്നെ അറിയാമല്ലോ മലയാളികൾക്ക് എന്തുമാത്രം വിവരവും വിദ്യാഭ്യാസവും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവുമെന്ന്. പിന്നെ ആദ്യകാല പത്രമാസിക പ്രസിദ്ധീകരണങ്ങൾ ഈ മിഷണറിമാരിലൂടെയാണ് നടന്നിരുന്നത്. അവർ ലഘുലേഖകളും മറ്റും പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതിയാക്കി മറ്റുള്ളവർക്ക് വിതരണം ചെയ്തിരുന്നു. ഇതൊക്കെയാണ് ഒരു സാംസ്കാരിക ഉണർവ് വരുത്തുവാനായി നമ്മുടെ ജനതയ്ക്ക് സാധിച്ചത്. അങ്ങനെ സാമൂഹിക പരിഷ്കരണ ചിന്തകളിലൂടെ ദളിതർക്കുള്ള വിദ്യാഭ്യാസവും ഉച്ചഭക്ഷണവും തുടങ്ങിയ വിഷയങ്ങളിൽ മുന്നോട്ട് വരികയാണ് ഉണ്ടായത്. ക്രിസ്ത്യാനികളുടെയും മറ്റു മതക്കാരുടെയും മറ്റു മതങ്ങളിലുള്ള താഴ്ത്തപ്പെട്ടവരെയും സ്വാഭിമാന ബോധം വളർത്താൻ സഹായിച്ചു. പ്രശസ്ത ക്രിസ്ത്യൻ മിഷണറിമാരുടെ പേരും അവരുടെ സംഭാവനകളും നമുക്കൊന്ന് നോക്കാം. ഹെർമൻ ഗുണ്ടർട്ട് മലയാളം നിഘണ്ടു പ്രസിദ്ധീകരണങ്ങൾ, ജോസഫ് പെറ്റിഗ്രൂ ഹിന്ദു മതചിന്തയുമായുള്ള ആശയവിനിമയം, മതചിന്തയുടെ പൊതുപ്രചാരം എന്നിവ നടത്തി. അതുപോലെ തന്നെ ക്ലമന്റ് പാട്ടേഴ്സ് അദ്ദേഹം ചെയ്തത് സാമൂഹിക ഉണർവുകൾക്കായുള്ള പ്രസംഗങ്ങൾ, ദളിതക്ഷേമം എന്നിവ നടത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ ക്രിസ്ത്യൻ മിഷണറിമാർ നമ്മുടെ സമൂഹത്തിന് പുതിയ ആലോചനാ ശൈലികൾ ഉണർത്തിക്കൊടുത്തു. മതേതരമായ വിദ്യാഭ്യാസം പരമാവധി പ്രചരിപ്പിച്ചു. സ്ത്രീ ദളിത പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ശബ്ദം ഉയർത്തി. ഭാഷാ സംസ്കാരം, പ്രസിദ്ധീകരണ മേഖല എന്നിവയിൽ വലിയ സംഭാവനകളും നൽകാൻ സാധിച്ചു അവരെ കൊണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന നായകന്മാരെ കുറിച്ചൊന്ന് നോക്കാം. അവരുടെ സംഭാവനകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സമൂഹത്തിലെ ആന്തരിക പുരോഗതിക്കും മതതത്വചിന്തയിലെ നവീകരണത്തിനും വിദ്യാഭ്യാസ സ്ഥാപനത്തിനും നിർണായകമായ പങ്കാണ് അവർ വഹിച്ചിരുന്നത്. അഹമ്മദീയ, വഹാബി, സലഫി പോലുള്ള ആധുനിക മതചലനങ്ങളും ഈ നായകന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രത്യേകമായും മതപരിഷ്കരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നത് വൈക്കം മുഹമ്മദ് അബ്ദുൽ ഖാദർ മൗലവി എന്ന വ്യക്തിയാണ്. ഖുർആന്റെ അർത്ഥം പൊതുജനങ്ങൾക്കായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കപ്പെട്ടു.
ഖുർആൻ എഴുതിയിരിക്കുന്നത് അറബി ഭാഷയിലാണല്ലോ. അറബി ഭാഷയിൽ നിന്ന് ഈ മലയാള ലിപിയുടെ വരവോടുകൂടി തന്നെ ഖുർആനിലെ വചനങ്ങൾ മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത് നമ്മുടെ നാട്ടുകാർക്ക് വായിക്കുവാനായി നൽകി. അന്ധവിശ്വാസങ്ങൾക്കും പഴഞ്ചൻ മതാചാരങ്ങൾക്കും എതിരായി സംസാരിച്ചു. ഇസ്ലാമിന്റെ ആത്മീയ ഗ്രന്ഥമായ തൗഹീദിന്റെ പ്രാധാന്യം പൊതുവഴിയിൽ അദ്ദേഹം അവതരിപ്പിച്ചു കാണിച്ചു. അൽ ഇസ്ലാഹ് എന്ന മാസികയിലൂടെ മതപഠനങ്ങൾ നവീകരിച്ച് അവതരിപ്പിച്ചു. തീർന്നില്ല, വിദ്യാഭ്യാസ വിപ്ലവം ഇനിയും പറയാനുണ്ട്. KM മയ്യനക്കുട്ടി കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹ്യ ഉണർവ് വളർത്താൻ വിദ്യാഭ്യാസം ഒരു മാർഗമായി അവർ ഉപയോഗിച്ചിരുന്നു. കേരളത്തിൽ മതവിദ്യാഭ്യാസത്തിന് പകരം പാശ്ചാത്യ വിദ്യാഭ്യാസവും അവർ തുടർന്നിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിനായി നിലപാടെടുത്ത ആദ്യ നേതാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. CN അഹമ്മദ് മൗലവി എന്ന് പറയുന്ന വ്യക്തി വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ആധുനിക വിദ്യകളും സംയോജിപ്പിക്കണമെന്ന് ഉന്നയിച്ച പ്രസംഗങ്ങൾ നടത്തുകയുണ്ടായി. ദാറുൽ ഹുദ പോലെയുള്ള മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വഴിതെളിച്ചു. സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ, അത്യാചാരങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രതിഷേധിച്ചു. വിധവാ വിവാഹം, സ്ത്രീ സ്വാതന്ത്ര്യം, കുടുംബ വിദ്യാഭ്യാസം എന്നിവയ്ക്ക് ഊന്നൽ നൽകി. വക്കം മൗലവിയുടെ സ്വദേശാഭിമാനി പത്രം സാമൂഹിക ആഴത്തിലേക്കുള്ള ചർച്ചകൾക്ക് വൻതോതിൽ അവസരമൊരുക്കി. അവർ പത്രപ്രവർത്തനം വഴി അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങളിൽ സമൂഹത്തിൽ ദേശീയതയും തിരിച്ചറിവും വളർത്തി. പിന്നെ ന്യൂനപക്ഷ മുസ്ലിം സമൂഹം ഭൗതിക പുരോഗതിയിലും ദേശീയതയോടും ഒന്നിച്ചു നിൽക്കാനുള്ള ആഹ്വാനം നൽകി. അതായത് ഇന്ത്യൻ സംവരണ നയം, മതസൗഹാർദ്ദം തുടങ്ങിയ വിഷയങ്ങളിൽ വിമർശനാത്മകമായ ചിന്തകൾ അവർ ഉൾക്കൊണ്ടു. അതുപോലെ അന്നത്തെ മുസ്ലിങ്ങൾ, ഇസ്ലാം മതവിഭാഗത്തിലുള്ളവർ മതപരിഷ്കരണം, ഖുർആൻ വിവർത്തനം, അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാട്ടം, വിദ്യാഭ്യാസം, മതപാശ്ചാത്യ വിദ്യാഭ്യാസ സംയോജനം, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്ത്രീ ശാക്തീകരണം, പരമ്പരാഗത ചട്ടങ്ങളെ ചോദ്യം ചെയ്യൽ, മാധ്യമങ്ങൾ, സ്വദേശാഭിമാനി പോലുള്ള അൽ ഇസ്ലാഹ് പോലുള്ള തുടങ്ങിയവയുടെ സ്ഥാപനം, മതേതര നിലപാട്, ദേശീയത, മതസൗഹാർദ്ദം, സോഷ്യൽ ജസ്റ്റിസ് ചർച്ചകൾ എന്നിവയ്ക്ക് ഇവർ ആക്കം കൂട്ടിയിരുന്നു. അതിലൂടെ ചർച്ചകൾ നടത്തി ജനങ്ങൾക്ക് വേണ്ട വിവരവും വിദ്യാഭ്യാസവും നൽകിയിരുന്നു. അങ്ങനെ ഇദ്ദേഹത്തിന് പേര് പറയാനായി 10 നവോത്ഥാന നായകന്മാരല്ല, അതിൽ കൂടുതൽ മിഷണറിമാരും മുസ്ലിം നവോത്ഥാന നായകന്മാരും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ മൊത്തത്തിൽ നോക്കിയാൽ ക്രിസ്തീയ മിഷണറിമാരെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ പല ഭാഷകൾക്കും ലിപിയില്ലായിരുന്നു. ഒരു പ്രത്യേക ലിപി കണ്ടുപിടിച്ചത് ഈ ക്രിസ്തീയ മിഷണറിമാരുടെ വരവോടിയതുകൂടി തന്നെയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇയാൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഭാഷാ പ്രയോഗം അത് തന്നെ ക്രൈസ്തവ മിഷണറിമാരുടെ ഒരു സംഭാവനയാണെന്ന് ചുരുക്കം. പണ്ട് ഏതോ ഒരു തമിഴ് മലയാള ശൈലി നമ്മൾ ഉപയോഗിച്ചിരുന്ന നമ്മൾക്ക് നമ്മളുടേതായ തനതായ രീതിയിലുള്ള ഒരു ഭാഷാ പ്രയോഗ ലിപി സംവിധാനം നമ്മൾക്ക് കിട്ടി. അത് തന്നെ ക്രിസ്തീയ മിഷണറിമാരുടെയും മറ്റുമുള്ള ഒരു പ്രവർത്തന ഫലമായി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ ആധുനിക കേരളത്തിലും ഇദ്ദേഹത്തെ പോലുള്ള ഒരു പത്രാധിപരാണ്, കേസരി വാരികയുടെ ഒരു പത്രാധിപർക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ജനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ജനങ്ങളോടാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇതുപോലുള്ള ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങളൊക്കെ ഇതുപോലുള്ള RSSകാരുടെ കയ്യിൽ നിന്നല്ലാതെ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു പത്ര സംവിധാനം നടത്തുന്ന ഒരാളുമായോ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരാൾക്കോ ഇതുപോലെ ചോദിക്കാനുള്ള ഈ ആർജവം ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കട്ടെ. ഇവർക്കൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ
മതങ്ങളെ തമ്മിലടിപ്പിക്കുക, അത് മാത്രമാണ് ഇവരുടെ ചിന്താഗതി. പണ്ട് മുതലേ നടന്നു വരുന്നത് ഇത് തന്നെയാണ്, ഇപ്പോഴും അവർ തുടർന്നു വരുന്നു. പണ്ട് സ്വാതന്ത്ര്യ സമര കാലം മുതൽ ഇവർ തുടങ്ങിയതാണ്. പണ്ട് ഇവരെ ബാൻ ചെയ്തിരുന്നു RSSനെ. പിന്നീട് പല വിധത്തിലുള്ള നമ്മുടെ സവർക്കർ ചെയ്ത പോലുള്ള പല വിധത്തിലുള്ള അപേക്ഷകളും മാപ്പപേക്ഷകളും എഴുതി കൊടുത്താണ് പിന്നീട് ഇവരെ പ്രവർത്തനാനുമതി നൽകിയത്. പ്രവർത്തനാനുമതി ഇവർക്ക് RSSന് നൽകുമ്പോൾ രാഷ്ട്രീയപരമായ ഒരു ചർച്ചയിലും ഏർപ്പെടില്ല, രാഷ്ട്രീയത്തിലേക്ക് അവർ വരില്ല, അവരുടെ മാത്രം ഒരു സംഹിതയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊള്ളാം എന്നുള്ള ഒരു സംവിധാനം എഴുതി കൊടുത്തതിന് ശേഷമാണ്, അങ്ങനെയുള്ളൊരു മാപ്പപേക്ഷ എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാനുള്ള പ്രവർത്തനാനുമതി ഇവർക്ക് നൽകിയത്. അത് ഇവർ ഓർക്കുന്നില്ല ഇപ്പോൾ. അത് ഇന്നും നമുക്ക് എടുത്തു നോക്കാൻ ലഭ്യമാണ്. അങ്ങനെയുള്ള ഇവരാണ് ഇനി കേരളത്തിലെ മനുഷ്യരുടെയും നവോത്ഥാന നായകന്മാരുടെയും ഒക്കെയുള്ള ഒരു ചോദ്യം ചെയ്യലിലേക്ക് കടന്നു വരുന്നത്. ഇനി എന്തായാലും നമുക്ക് ഇദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകന്റെ ഒരു കുറെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് എങ്ങനെയാണെന്നും അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പിലുള്ള ഹിന്ദുത്വ വർഗീയവാദം എങ്ങനെയാണെന്നും നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അതിലൂടെ കേൾക്കുന്നവർ, ജനങ്ങൾക്ക്, ബോധമുള്ള ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാകും ഇദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. വേടനെ ആക്ഷേപിക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് എന്താണ് കിട്ടുന്നത്? വേടൻ എന്ന ചെറുപ്പക്കാരൻ കുറെ കലാരൂപങ്ങളെ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്ന ചില പാട്ടുകൾ പാടുന്നതാണ് ഇദ്ദേഹത്തിന് ചൊടിപ്പിക്കുന്നത്. ഇദ്ദേഹത്തിനെയല്ല, ഇദ്ദേഹത്തിന്റെ RSS എന്ന് പറയുന്ന ഈ സംവിധാനത്തെ അവർക്ക് ചൊടിപ്പിക്കാൻ കാരണം ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തി പാടുന്ന പാട്ടുകളാണ്. അതിലൂടെയുള്ള നവോത്ഥാനം അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ചില വിപ്ലവ ഗാനങ്ങൾ പോലെയാണ് ഈ വേടന്റെയും ഈ പാട്ടുകൾ കൊണ്ട് ജനങ്ങൾ അർത്ഥമാക്കുന്നത്. എന്തായാലും ഈ വേടൻ എന്നുള്ള വ്യക്തിയുടെ ഒരു പരിപാടി, പൊതുപരിപാടി ഈ ഏതെങ്കിലും ഒരു സദസ്സിൽ നടന്നാൽ അവിടെ 10,000 തടിച്ചു കൂടുന്നത് എന്തുകൊണ്ടാണ്? വേടൻ എന്നുള്ളൊരു വ്യക്തിയെ കാണാൻ വേണ്ടി മാത്രമാണ്. പാട്ട് കേൾക്കണമെങ്കിൽ നമുക്ക് യൂട്യൂബിൽ നോക്കിയാലും പാട്ട് കേൾക്കാൻ കഴിയും. അദ്ദേഹം പറയുന്നത് വേടൻ എന്ന ഈ പാട്ടുകാരൻ കഞ്ചാവ് അടിച്ചു എന്നാണ് പറയുന്നത്. ഒരു കഞ്ചാവ് വലിച്ചതിന് മനുഷ്യരാരും, കുട്ടികൾ ചെയ്യുന്ന തെറ്റ് തന്നെയാണ്. ബീഡിയും സിഗരറ്റും ഒക്കെ നമ്മൾ അന്നത്തെ കാലത്ത് നമ്മൾ വലിച്ചിട്ടുണ്ട്, പിന്നീട് നമുക്ക് തിരിച്ചറിവുണ്ടാകുമ്പോൾ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ചെറുപ്പക്കാരനും അത് തന്നെയാണ് ചെയ്തത്. അന്ന് കഞ്ചാവ് വലിച്ചെങ്കിൽ പിന്നീട് പൊതുവേദിയിൽ അദ്ദേഹം മാപ്പപേക്ഷിക്കുകയുണ്ടായി. എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും ഇനി ഒരിക്കലും സംഭവിക്കരുതെന്ന് പറയുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വ്യക്തിത്വങ്ങളെയാണ് നമ്മുടെ ലഹരിക്കെതിരായി പ്രവർത്തിപ്പിക്കേണ്ടത്. ലഹരി ഉപയോഗത്തിനെതിരായി അദ്ദേഹത്തെ കൊണ്ടാണ് പ്രസംഗങ്ങൾ നടത്തിക്കേണ്ടത്. കാരണം തെറ്റേറ്റ് പറയാനുള്ള ആർജവം അത് തന്നെയാണ് അദ്ദേഹത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം. അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോയി, ഒരു പ്രാവശ്യം കഞ്ചാവ് വലിച്ചു പോയി, അല്ലെങ്കിൽ മയക്കുമരുന്ന്, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ, ഒരാളിനെ നമ്മൾ തള്ളിക്കളയുകയാണ് ചെയ്യേണ്ടത്. എങ്ങനെ മുന്നോട്ട് വരാമെന്നുകൊണ്ട് നോക്കി എങ്ങനെ നമുക്ക് ഒരാളെ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള ആ പഠനത്തിലൂടെയാണ് നമ്മൾ പോകേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്കൂളിലെ കുട്ടി മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പിന്നീട് അങ്ങോട്ടങ്ങ് തള്ളിവിടുകയല്ല ചെയ്യേണ്ടത്. തിരുത്തി സമൂഹത്തിലേക്ക് നല്ല രീതിക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഇവരെ പോലുള്ളവർ പറയുന്നത് വേടൻ മദ്യത്തിനടിമയായി അല്ലെങ്കിൽ ലഹരിക്കടിമയായാൽ ആ വഴിക്ക് അങ്ങ് വിട്ടേക്കണം, പിന്നീട് തിരിച്ചു വരാൻ പാടില്ല എന്നാണ് ഇവരുടെയൊക്കെ ഒരു അഭിപ്രായം. അതെന്തുകൊണ്ടാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ. പിന്നെ ഈ ഇദ്ദേഹത്തിന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശ്രീലങ്കയിലെ LTTE-ക്കാരെ സപ്പോർട്ട് ചെയ്ത്, അവിടുത്തെ പുലികളെ സപ്പോർട്ട് ചെയ്ത് പാടിയത് എന്നും പറയുന്നു. ചിലപ്പോൾ ശ്രീലങ്കൻ വംശജയായിരിക്കാം, അതിനെന്താണ്? നമ്മുടെ ശ്രീലങ്കൻ വംശജര് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടായിരുന്നവരല്ലേ? നമ്മുടെ കേരള സംസ്കാരം അങ്ങനെയല്ലല്ലോ. മറ്റുള്ളവരെ നമ്മൾ കേരളീയരായി തന്നെയല്ലേ കാണുന്നത്. ഇപ്പോൾ ബംഗാളിൽ നിന്നും സിക്കിമിൽ നിന്നും ആസാമിൽ നിന്നും ഒക്കെ എന്തുമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ കേരളത്തിൽ ജോലി ചെയ്യുന്നത്. അവരെല്ലാം നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ നമ്മുടെ അതിഥികളായല്ലേ കാണുന്നത്. നമ്മുടെ സർക്കാരും അങ്ങനെയല്ലേ. അപ്പോൾ വേടൻ ഈ മദ്യപിച്ചെങ്കിൽ ഈ സർക്കാരിനോടല്ലേ പറയേണ്ടത്?
സർക്കാരിൻ്റെ മദ്യം എന്തുകൊണ്ട് നിർത്തുന്നില്ല? സർക്കാർ മദ്യം ഉപേക്ഷിച്ചാൽ അത് പിന്നീട് ആരെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ എതിർക്കാമായിരുന്നു. ഇപ്പോൾ സർക്കാർ തന്നെ ഇവിടെ മദ്യം വിൽക്കുകയില്ലേ, അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത് നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം വരുന്നത്? കഞ്ചാവ് ഇവിടെ നിരോധിച്ചിട്ടില്ല. ഒരു 5 ഗ്രാമോ മറ്റോ കയ്യിൽ വെക്കാനുള്ള ആ ഒരു അനുമതിയുണ്ട്. അത് പ്രകാരം അത്ര മാത്രമേ ആ വേടന്റെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവനെ കേസിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല, വെറുതെ വിടുകയാണ് ഉണ്ടായത്. ആ ഒരു തെറ്റിന് അദ്ദേഹം പൊതുവേദിയിൽ മാപ്പ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ ഇദ്ദേഹത്തിന്റെ ഈ പറയുന്നതിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ മാത്രമുള്ള വിദ്വേഷവും വെറുപ്പും മാത്രമാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വരുന്ന ആ മുനയുള്ള വാക്കുകൾ ഇദ്ദേഹത്തിന്റെ ചങ്കിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം വേടനെ എതിർക്കുന്നത്. മറ്റൊരു കാരണവും നമ്മൾ ആരും നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം, ആഴത്തിലേക്ക്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകന് നൽകിയ ആ ഇന്റർവ്യൂവിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാം. അപ്പോൾ നമസ്കാരം. ഒരിക്കലും ഞാൻ വേടനെ പേഴ്സണലായിട്ട് ആക്രമിച്ചിട്ടില്ല. പക്ഷെ അതിൽ കൊണ്ടുവരുന്ന ഒരു ആലങ്കാരികതയുണ്ട്, ഈ ശവം മണക്കുന്ന തെരുവുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വല്ലാത്ത ഭീകരത കൊണ്ടുവരികയാണ്. ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുലികൾ ആരാ? LTT-കാരാണല്ലോ. LTT-കാരെ സബ്ലിമേസി അല്ലേ ഇതിലൂടെ? ഷവർമ കഴിക്കുന്നതിൽ ഹിന്ദു മാത്രമാണ് എന്ന് പറയുന്നിടത്ത് അതെന്തൊരു അസംബന്ധമാണ്. കാരണം ഈ കേരളത്തിലെ തെരുവുകളിൽ എല്ലാം കിട്ടുന്നൊരു ഭക്ഷണം, കൂടുതൽ മലബാറിൽ കിട്ടുന്നൊരു ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട്. അതിൽ മരണപ്പെട്ടവരിൽ മുസ്ലിമും ഉണ്ടാവും. ഗോവിന്ദ മാഷ് പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവേ കണ്ടെത്തിയുള്ളൂ. ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊന്നുമില്ല. ശരി, അതിന്റെ ഒരു അർത്ഥം അങ്ങനെയാണല്ലോ. ഇതിനകത്തൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. അതിലൂടെ ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചു പറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. പലമതസാരവും ഏകമെന്ന് പാരാതുലകിലൊരു ആനയിൽ അന്തരെന്ന പോലെ മ്യാൻമറിലെ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വരികളിൽ റോഹിംഗ്യന്മാരെല്ലാം പാവങ്ങളാണ്. പന്തങ്ങൾ വന്ന് തീ കൊളുത്തി കത്തിക്കാനല്ല പറയുന്നത്. അതൊരു അനീതി ഉള്ളിടത്ത് കൈകൾ ഉയരണം എന്നാണ് വേടന്റെ പാട്ടിൽ പറയുന്നത്. അദ്ദേഹം സായുധ കലാപം ഇവിടെ നടക്കണം എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് RSS പോലും സമ്മതിക്കുന്ന ജാതീയതയ്ക്കെതിരാൾ പോരാടുമ്പോൾ ഭൂരിപക്ഷവും മരിച്ചത് ഹിന്ദുക്കളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാംസ ഉപയോഗം ഇന്ന് ഹിന്ദു സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. RSS മുഖപത്രമായ കേസരിയുടെ മുഖ്യപത്രാധിപരും മുതിർന്ന RSS പ്രചാരകനുമായ NR മധുവാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ഒരു പ്രസംഗമാണ് ഈ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ജാതിയാണ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയം. ജാതി പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു. നമ്മൾ കേരളത്തിൻ്റെ ഒരു സവിശേഷ സാഹചര്യമുണ്ട്. പൂർണ്ണമായും ഇന്ത്യയിൽ നീക്കം ചെയ്യപ്പെട്ടു. പ്രത്യേകിച്ച് RSSന്റെ ഒരു 100ാം വാർഷികമാണ്. നീക്കം ചെയ്യപ്പെട്ടു എന്നൊരു അഭിപ്രായം RSSനുണ്ടോ? ഒരിക്കലുമില്ല. കേരളത്തെ അപേക്ഷിച്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ ജാതീയത കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ട് എന്ന പക്ഷമാണ് എനിക്കുള്ളത്. കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് എന്ന് മാത്രമല്ല, ഇവിടെ തുടർച്ചയായി നവോത്ഥാന നായകന്മാരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് താരതമ്യേന ജാതി ചിന്ത കുറഞ്ഞ ഒരു സംസ്ഥാനം. താരതമ്യേന ജാതി ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ജാതി വേണ്ട എന്ന് വേടൻ പറയുമ്പോൾ ഞാൻ പാണനല്ല, പുലയനല്ല, നീ തമ്പുരാനുമല്ല, ആണെങ്കിൽ എനിക്കൊന്നുമില്ല അല്ല, ശരി, അതിൻ്റെ ഒരു അർത്ഥം അങ്ങനെയാണല്ലോ എന്ന് പറയുന്നിടത്ത് എവിടെയാണ് അവിടെ ഒരു ഭീകരതയുള്ളത്? കാരണം ജാതി വേണ്ട എന്ന് തന്നെയാണ് RSSും പറയുന്നത്. എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. നിശ്ചയമായിട്ടും ഞാൻ പാണനല്ല, പറയനല്ല, പുലയനല്ല എന്ന് പറയുന്ന വേടൻ, അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മുഴുവൻ പരിശോധിച്ചാൽ ഇപ്പോൾ വേടനെ നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പിന്നോക്ക ദളിത രക്ഷകനായിട്ടാണല്ലോ പൊതുവെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പരിശോധിച്ചാൽ നമ്മളുടെ മനസ്സിലേക്ക് ഈ ജാതി വേർതിരിവിൻ്റെ ചിന്തകളെ കൊണ്ടുവരാനുള്ള പരിശ്രമം തന്നെയാണ് നടത്തുന്നതെന്ന് കാണാൻ സാധിക്കും. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു യാഥാർത്ഥ്യമാണ് ജാതി. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ താരതമ്യേന അത് കുറഞ്ഞു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ അതൊക്കെ താരതമ്യേന അത് കുറഞ്ഞു. നമ്മുടെ പുതുതലമുറയ്ക്കൊക്കെ ഈ ജാതി ചിന്ത അങ്ങനെ കാര്യമായിട്ടില്ല. അവരിലേക്ക് എന്തിനാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഭാഗീയതയുടെ വിത്തുകൾ
വിഭാഗീയതയുടേതാവുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥ, മനുഷ്യർ മനുഷ്യത്വം എന്ന് പറയുന്ന ജാതിയേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് വേടൻ പറയുന്നത്. ഞാൻ പാണനോ പറയനോ പുലയനോ അല്ല, ഞാൻ മനുഷ്യനാണ് എന്ന് പറയുന്നത് ജാതിരഹിതമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള ഒരു എളിയ ശ്രമമായിട്ടല്ലേ നമ്മൾ കണക്കാക്കേണ്ടത്? അല്ല, അത് ജാതിരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടി ഇയാൾ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ? നമ്മൾ കാണുന്ന യാഥാർത്ഥ്യം വേടനെ മുൻനിർത്തിക്കൊണ്ട് നടത്തുന്ന എല്ലാ നീക്കങ്ങളും നിങ്ങൾക്കറിയാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അല്ലാത്ത സമൂഹ മാധ്യമങ്ങളല്ലാത്തതും എല്ലാം നമ്മൾ കാണുന്നത്. പക്ഷെ അത് കേവലം ആരോപണങ്ങളാണ്. പാട്ട് ആരോപണങ്ങളല്ല. ശ്രീ NR മധു അപർണോത്സവത്തിൽ സംസാരിക്കുന്നത് വേടൻ പാടുന്ന പാട്ട് കലാ ആഭാസമാണ്, കലയെന്ന് തോന്നുകയും എന്നാൽ അത് കലയല്ല, കലയുടെ ഉത്തമമായ ധർമ്മം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. കലയുടെ ധർമ്മം എന്ന് പറയുന്നത് കല കലയ്ക്ക് വേണ്ടിയാണോ, കല സമൂഹത്തിന് വേണ്ടിയാണോ ചോദ്യം അവിടെ ബാക്കിയാണെങ്കിൽ കൂടി കല സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ ഈ സാമൂഹികമായ തിന്മയ്ക്കെതിരെ പ്രതികരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഒരു ജാതി ഭീകരതയുടെ വക്താവായി, ഏതോ വലിയ ഗൂഢാലോചന സംഘത്തിന്റെ വക്താവായി ചിത്രീകരിക്കുന്നതിലൂടെ RSS എന്താണ് ലക്ഷ്യം വെക്കുന്നത്, അല്ലെങ്കിൽ NR മധു എന്താണ് ലക്ഷ്യം വെക്കുന്നത്? അല്ല, ഞാൻ തുടക്കം മുതലേ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു സാംസ്കാരിക സമ്മേളനത്തിലാണ് ഞാനിത് പറയുന്നത്. ക്ഷേത്രത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മളുടെ രണ്ട് കാര്യങ്ങൾ അതിൽ പറഞ്ഞിരുന്നു. ഒന്ന്, ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കേണ്ട കലാസാംസ്കാരിക പരിപാടികൾ എങ്ങനെയാവണം എന്ന് പറഞ്ഞു. ക്ഷേത്രത്തിൻ്റെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് അനുസൃതമായ പരിപാടികളാണ് ക്ഷേത്രത്തിൽ നടക്കേണ്ടത്. കാരണം ഈ പറയുന്ന അപർണോത്സവം തന്നെ ഒരു പരീക്ഷണമായിരുന്നു. 10 ദിവസം അവിടെ ഈ പറയുന്ന വലിയ മറ്റ് കലാപരിപാടികളൊന്നുമില്ലാതെ ക്ഷേത്ര അന്തരീക്ഷത്തിന് ഇണങ്ങുന്ന പരിപാടികൾ. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കണ്ടു, പാലക്കാട് നടന്ന വേടൻ്റെ പരിപാടി വലിയ കലാപമായിട്ട് മാറി. ഇന്ന് പല ക്ഷേത്രങ്ങളിലും 10 മണിക്ക് ശേഷം ഗാനമേള പാടില്ല എന്നൊക്കെയുള്ള നിയന്ത്രണങ്ങൾ വന്നിരിക്കുകയാണ്. വേടൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ്. അത് ആൾക്കൂട്ടം കൊണ്ട് മാത്രമല്ല, വേടൻ്റെ പരിപാടികളിലല്ലോ, അത് വേടൻ്റെ പരിപാടി മാത്രമല്ല, വലിയ ഗാനമേളകൾ ഉണ്ടാകുമ്പോൾ വലിയ ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം നമുക്കൊരിക്കലും പ്രകടമല്ല. ഇപ്പൊ കുറച്ച് വേടൻ ട്രെൻഡിങ് ആകുമ്പോൾ ആ ആൾക്കൂട്ടം കുറച്ചുകൂടി വലുതാവും. അങ്ങനെ വലിയ ആൾക്കൂട്ടങ്ങളിൽ പ്രശ്നം ഉണ്ടാവുന്നത് ആ പാട്ടുകാരൻ കലാപാഹനം നടത്തിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പരിപാടികളല്ല നമ്മുടെ ക്ഷേത്രത്തിൽ വേണ്ടത്. ശരി, ക്ഷേത്രത്തിൽ വേണ്ട എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു. ക്ഷേത്രങ്ങളിൽ കുറച്ചുകൂടി സവർണപരമായിട്ടുള്ള പാട്ട് സവർണം, അത് ആ പ്രയോഗം തെറ്റാണ്. സവർണം എന്ന് പറയും അവിടെ ശാസ്ത്രീയ നൃത്തങ്ങളോ ഒക്കെ ആവാം. പക്ഷേ വേടന്റെ പാട്ട് ക്ഷേത്രങ്ങളിൽ വേണ്ട എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയേണ്ടതിന് പകരം വേടൻ ജാതി ഭീകരവാദിയാണെന്നും വേടന്റെ പാട്ടുകൾ ജാതി ചിന്ത വളർത്തുകയാണെന്നും വേടൻ മറ്റാരുടെയൊക്കെയോ കയ്യിലെ ചട്ടുകമാണ് എന്നും ഒക്കെ പറയുന്നിടത്താണ് പ്രശ്നം. കാരണം ഒരു ദളിതനായ ഒരു ചെറുപ്പക്കാരനെ അയാൾ പാണനും പുലയനും ഒന്നും അല്ല എന്ന് പറയുന്നത് മാത്രമേ അവിടെ കുറ്റമുള്ളൂ. അതിലെന്തിനാണ് ഇങ്ങനെ ഒരു അസഹിഷ്ണുത ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ചോദ്യം. വേടന്റെ സാഹിത്യങ്ങൾ നിങ്ങൾ മുഴുവൻ പരിശോധിക്കണം. ഞാൻ പാണനല്ല പറയാനല്ല എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലെ നല്ല ഒരു തെറിയും കൂടെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പാടുന്ന പാട്ടുകൾ അസഭ്യങ്ങൾ എന്ന് പറയുന്നത് ഭാഷാ സംസ്കാരത്തിൽ ആയിക്കോട്ടെ. അല്ല, അത്തരം അസഭ്യങ്ങളൊക്കെ ഇന്ന് സാമാന്യവൽക്കരിക്കപ്പെടണം എന്ന ഒരു ചിന്താഗതി നമ്മുടെ ഇളം തലമുറയിലേക്ക് കടത്തിവിടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതായിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ പറയുന്നത്, വേടൻ ഇവിടുത്തെ പിന്നോക്ക ദളിത വിഭാഗങ്ങളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ജാതിരഹിതമായ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടോ അല്ല അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ആദ്യം മുതൽ പറയുന്നു. അദ്ദേഹം സിറിയയ്ക്ക് വേണ്ടി പാടുന്നുണ്ട്, അല്ലേ? ഒരു പ്രശ്നവുമില്ല. പാലസ്തീന് വേണ്ടി പാടുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. പക്ഷെ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സിറിയയ്ക്ക് വേണ്ടിയും പലസ്തീന് വേണ്ടിയും പാടുന്നത് കൊണ്ടും അത് ഇസ്രായേലിനെതിരെ ആവുന്നത് കൊണ്ടുമുള്ള ഒരു അസഹിഷ്ണുതയാണ് ആർക്കെതിരെ എന്നുള്ളതല്ല. നമ്മൾ പാലസ്തീന് വേണ്ടി പാടുന്ന ആള്, സിറിയയ്ക്ക് വേണ്ടി പാടുന്ന ആൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യങ്ങൾ ഓരോന്നും എടുത്തു വെച്ചിട്ടുണ്ട്. മ്യാൻമറിലെ ബുദ്ധൻ ആയുധമേന്തി ചുടിയോര മോന്തുന്നു എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ വരികളിൽ റോഹിംഗ്യന്മാരെല്ലാം പാവങ്ങളാണ്. എന്താണ് മ്യാൻമറിൽ നടന്നത്? ബുദ്ധൻ എന്ന് പറയുന്ന സമാധാനത്തിൻ്റെ പ്രതീകത്തെ ചുടുചോര മോന്തുന്ന ഒരു ഇതായിട്ട് അവതരിപ്പിക്കുന്നു. അപ്പം അതിലൂടെ റോഹിംഗ്യൻ എന്ന് പറയുന്നത് അവർ അതിലൊരു സാഹിത്യമുണ്ട്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പുസ്തകം എഴുതിയ നാടാണിത്. ബുദ്ധൻ ചിരിക്കുന്നു എന്ന് പറയുന്നത് ബുദ്ധൻ ചിരിക്കുന്നതുകൊണ്ടല്ല, ബുദ്ധന്റെ നാട്ടിൽ പൊക്രാനിൽ അണുസ്ഫോടനം ഉണ്ടാവുമ്പോൾ ബുദ്ധനെതിരെയുള്ള ആശയങ്ങൾ സംഭവിക്കുന്നുള്ളതാണ്. മ്യാൻമാർ ബുദ്ധന്റെ നാടാണ്, അഹിംസയുടെ നാടാണ്. ആ അഹിംസയുടെ നാട്ടിൽ നിന്ന് ഒരു പറ്റം ആളുകൾ, അവരാരും ആയിക്കോട്ടെ, പുറത്ത്
പുറത്താക്കപ്പെടുകയും അവർ ലോകത്ത് അലഞ്ഞു നടക്കുകയും ചെയ്യുമ്പോൾ അത് ഇവിടെ ഏതെങ്കിലും ദേശീയതയ്ക്കെതിരെയല്ല, അങ്ങനെ പുറത്താക്കപ്പെടുന്ന ഒരു സമൂഹത്തിനെതിരെ അല്ലെങ്കിൽ ആ സമൂഹത്തിന് വേണ്ടി പാടുന്നതുകൊണ്ട് എന്താണ് തെറ്റ്? രഞ്ജിത്തെ, അത്ര ലളിതമല്ല വേടൻ്റെ ആ സാഹിത്യം. വേടൻ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, എൻ്റെ പട്ടിക്ക് ഞാനിട്ടിരിക്കുന്നത് ബുദ്ധൻ എന്ന പേരാണ് എന്ന് പറയുന്നു. ബുദ്ധൻ നമുക്കറിയാം, ഈ അടുത്ത കാലത്ത് നമ്മൾ ബുദ്ധനെ കേരളത്തിലെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ദളിത ഐക്കണായിട്ടാണ് കൊണ്ടാടുന്നത്. നല്ല കാര്യമാണ്. ഈ ബുദ്ധൻ എപ്പോഴാണ് ദളിത് ഐക്യനാവുന്നത്? അംബേദ്കർ 5 ലക്ഷം അംഗങ്ങളുമായിട്ട് ബുദ്ധമതത്തിലേക്ക് മാറുമ്പോഴാണ്. ആ ബുദ്ധനെയാണ് അഫ്ഗാനിസ്ഥാനിൽ ഭീകരവാദികൾ തകർത്തത്. ആ ബുദ്ധൻ്റെ പ്രതിമയാണ് തകർത്തത് അഫ്ഗാനിസ്ഥാനിൽ. ആ ബുദ്ധൻ എന്ന് പറയുന്നത്, ആ ബുദ്ധനെ പട്ടിക്ക് പേരിടുമ്പോൾ ആ പട്ടി ചിലർക്ക് ഹറാമായിട്ടുള്ളതാണ്. ഇതിനകത്തൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്. അതിലൂടെ ആരുടെയൊക്കെയോ പ്രീതി പിടിച്ചു പറ്റാൻ ഇയാൾ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. നിശ്ചയമായിട്ടും അങ്ങനെ നമ്മൾ പാടുമ്പോൾ ഇപ്പോൾ അതിൽ ഇയാളുടെ ഒരു വരി ഞാൻ പറയാം. അത് എന്താണെന്ന് വെച്ചാൽ, ആസിഫയുടെ അരയുടയ്ക്കാൻ ദൈവങ്ങൾ കാവലിരുന്നു. നമുക്കറിയാം, ജമ്മു കാശ്മീരിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതാണ്. ദൈവങ്ങൾ കാവലിരുന്നു, ഭഗവാൻ കാവലിരുന്നു എന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ ഒരു വർഗീയ പരാമർശമായിട്ട് എടുക്കാം. പോട്ടെ, നമുക്കതിനെ ലളിതമായിട്ട് തന്നെ കാണാം. അങ്ങനെയാണെങ്കിൽ വേടൻ കേരളത്തിലെ മദ്രസകളിൽ എത്രയോ ആമിനമാരുടെ അരയുടയ്ക്കപ്പെടുന്നുണ്ട്. അവിടെയൊക്കെ അള്ളാഹു കാവലിരുന്നെന്നോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കാവലിരുന്നെന്നോ എന്ന് പാടുന്നില്ല. ഞാൻ പറഞ്ഞു, ഇതെല്ലാം സെലക്റ്റീവ് ആകുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള വേടന്റെ നിലപാടുകളാണ് RSSനെ പ്രകോപിപ്പിക്കുന്നത്. ഹിന്ദുത്വ രാഷ്ട്രീയമാണോ ഇത്? ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണോ ഇത്? നമ്മളിതിനെ ജനറലൈസ് ചെയ്തുകൊണ്ട് ചിന്തിക്കൂ. ഇപ്പം യസീദികളെയും കുർദുകളെയും കാശ്മീരി പണ്ഡിറ്റുകളെയും വേടൻ കാണുന്നില്ല. അദ്ദേഹം ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഒറിജിൻ നമുക്കറിയാം, ഫ്രം ലങ്കയാണെന്നുള്ളത് അറിയാം. ഈ ലങ്കയിൽ ദാഹം മാറാത്ത പുലികൾ അലറി നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പുലികൾ ആരാ? LTTക്കാരാണല്ലോ. LTTക്കാരെ സബ്ലിമേറ്റ് ചെയ്യല്ലേ ഇതിലൂടെ? LTTക്കാരൻ ആരാ? നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രധാനമന്ത്രിയെ ബോംബ് വെച്ച് കൊന്നാണ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇൻഡയറക്റ്റായിട്ട് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കല്ലേ? ഞാനിപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇൻ്റർവ്യൂ കണ്ടു. അദ്ദേഹം സായുധ കലാപം ഇവിടെ നടക്കണം എന്നാണ് പറയുന്നത്. സായുധ കലാപത്തിലൂടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകൂ എന്ന് പറയുന്നത് വിപ്ലവാഹ്വാനം എന്ന് പറയുന്നത് അതിനൊരു കലാപരമായിട്ടുള്ളൊരു തലമുണ്ട്. ചോര തുടിക്കും ചെറുകൈകളെ പേറുകവന്നീ പന്തങ്ങൾ എന്ന് വൈലോപ്പള്ളി പാടിയ നാടാണിത്. പന്തങ്ങൾ വന്ന് തീ കൊളുത്തി കത്തിക്കാനല്ല പറയുന്നത്, അതൊരു അനീതി ഉള്ളിടത്ത് കൈകൾ ഉയരണം എന്നാണ് വേടന്റെ പാട്ടിൽ പറയുന്നത്. ഇത് വേടന്റെ പാട്ടല്ല, വേടന്റെ ഇന്റർവ്യൂ ആണ്. പാട്ടിലൂടെ പറയുന്നത് പ്രതീകാത്മകമാണ്. ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഡയറക്റ്റ് പറയുകയാണ്. ഇൻ്റർവ്യൂ എടുത്ത ആളോട് പറയുകയാണ്, ഇവിടെ രൂക്ഷിതമായ വാളുകൾ നമ്മൾ എടുക്കണം എന്ന് അദ്ദേഹം പറയുകയാണ്. രക്തമൊഴുക്കണം. അദ്ദേഹം ഒരു അദ്ദേഹം പ്രായത്തിൻ്റെ ഒരു കുറവുണ്ട്, പക്വതയുടെ കുറവുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഇത്തരം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഞാൻ അംഗമല്ല എന്നും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ പ്രവർത്തിക്കുന്നത്, ഞാനൊരു അംബേദ്കറിസ്റ്റ് ആണെന്നാണ് ബുദ്ധൻ പറയുന്നത്, ക്ഷമിക്കണം വേടൻ പറയുന്നത്. അങ്ങനെ അംബേദ്കറിസ്റ്റായ വേടൻ എങ്ങനെയാണ് ഒരു ഭീകരവാദിയാവുകയും ഈ രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധനാണെന്ന് പറയുന്നത്? അല്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാനീ പറഞ്ഞത്. അദ്ദേഹം എടുക്കുന്ന വിഷയങ്ങൾ ഓരോന്നും, ഇപ്പോൾ സിറിയ നിൻ മാറിലെ മുറിവ് അദ്ദേഹം കാണുന്നുണ്ട്, കൊറിയ നിൻ മീതെ കഴുകന്മാർ അദ്ദേഹം കാണുന്നുണ്ട്, ലങ്കയിലെ ദാഹം മാറാത്ത പുലികളെ കാണുന്നുണ്ട്, സോമാലിയയിലെ കുടിനീര് തേടുന്ന ബാല്യങ്ങളെ കാണുന്നുണ്ട്, ചൈനയിൽ ഖുറാൻ എരിയുന്നത് അപ്പം ഈ സോമാലിയ വരെ പോകണ്ട. അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടുത്തെ SC ST ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ അദ്ദേഹം വയനാട്ടിലെ ബാല്യങ്ങളെ എന്താ കാണാത്തത്? അത് കാണുന്നുണ്ട്. കാട് കട്ടവന്റെ നാട്ടിൽ ചോറ് കട്ടവൻ മരിച്ചു എന്ന് മധു മരിച്ചതിനെ പാലക്കാട്ടെ മധുവിന്റെ അട്ടപ്പാടിയിലെ മധുവിന്റെ വിഷയം പറയുന്നുണ്ട്. അദ്ദേഹം ഉന്നയിച്ച നിരവധി കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അയ്യങ്കാളിയെക്കുറിച്ചും പറയുന്നുണ്ട്, വില്ലുവണ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് എന്ന് അദ്ദേഹം അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇത് ആരാണ് എന്ന് ഓഡിയൻസിനോട് ചോദിക്കുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഐക്കണെ മുഴുവൻ അദ്ദേഹം ഉപയോഗിക്കുന്നത് ഒരു സ്വദേശകമായിട്ടല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വേടന്റെ പാട്ടുകൾ എടുത്ത് വേടന്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളൊക്കെ എടുത്ത് വേടൻ പാട്ടാക്കി മാറ്റിയിട്ടുണ്ട്. വേടന്റെ ആ പൊയ്കയിൽ അപ്പച്ചനാണെങ്കിലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള നവോത്ഥാന നായകന്മാരൊക്കെ ആണെങ്കിലും അവരുടെ ഒരു പാത പിൻപറ്റിക്കൊണ്ട് കേരളത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് RSS പോലും സമ്മതിക്കുന്ന ജാതീയതയ്ക്കെതിരാൾ പോരാടുമ്പോൾ വേടനെതിരെ എന്തുകൊണ്ട് RSS ശബ്ദിക്കുന്നു ചോദിച്ചാൽ എനിക്ക് അല്ലെങ്കിൽ പൊതുബോധമായി നിലനിൽക്കുന്ന ഒരു കാര്യം, വേടൻ ഒരു ദളിതനാണ്, സവർണബോധത്തിനെതിരെ സംസാരിക്കുന്നു, അത് RSSനെ അസഹിഷ്ണുതപ്പെടുത്തുന്നുണ്ടെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ നിരവധി നാടൻ പാട്ടുകാരുണ്ട്. ഈ നാടൻ പാട്ടുകാരിൽ 99% ദളിത പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്നവരാണ്. അവർക്ക് എതിരെ ഒരിക്കലും RSS ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ,
ഒരു നിലപാട് സ്വീകാര്യത കിട്ടുന്നില്ല. വേടന് സ്വീകാര്യത കിട്ടുന്നുണ്ട്. വേടൻ എപ്പോഴാണ് സ്വീകാര്യത കിട്ടിയത്? എനിക്കറിയാം, തൃശ്ശൂർ ജില്ലയിൽ നിരവധി നാടൻ പാട്ട് കലാകാരന്മാരുണ്ട്. അതിൽ ഈ 99% പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരുടെ കൂടെ പാടി വന്ന വേടൻ പാലസ്തീൻ പതാക പുതച്ചുകൊണ്ട് പ്രകടനങ്ങൾ ആരംഭിച്ചപ്പോഴാണ് വേടന് സ്വീകാര്യത കിട്ടിയത്. വേടന്റെ സ്വീകാര്യത വോയിസ് ഓഫ് വോയിസ്ലെസ് എന്ന് പറഞ്ഞ വേടന്റെ റാപ്പ് മ്യൂസിക് ആണ് ഏറ്റവും പ്രചാരത്തിലുള്ളത്. ഇപ്പോൾ താങ്കൾ വിമർശിക്കുന്ന പാട്ടടക്കം അതാണ് വേടന് സ്വീകാര്യത ഉണ്ടായി കൊടുത്തത്. ആ പാട്ടിനകത്താണ് നീ തമ്പുരാനല്ല, തമ്പുരാനാണെങ്കിൽ എനിക്കതിനെ ഗൗനിക്കേണ്ടതില്ല എന്ന് പറയുന്നത്. ആ തമ്പുരാൻ സവർണബോധത്തിനെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് RSSനെ അതിനെ ഒന്നും എതിരെ നിങ്ങൾ പറയൂ. അയിത്തം പാപമല്ലെങ്കിൽ മറ്റൊന്നും പാപമല്ല എന്ന് പറഞ്ഞ സർസംഘചാലനുള്ള പ്രസ്ഥാനമാണിത്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വനവാസികളുടെ സംഘടന, ഏറ്റവും പ്രബലമായ വനവാസികളുടെ സംഘടന നടത്തുന്ന പ്രസ്ഥാനമാണ് RSS. ഈ രാജ്യത്തെ ഇലക്ഷനിൽ വനവാസി മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം വിജയിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുള്ള പക്ഷെ അങ്ങനെ വനവാസികളെയും ഈ സാധാരണക്കാരനെയും ഒക്കെ ബ്രാഹ്മണനാക്കാനാണ് RSS ശ്രമിക്കുന്നത്. അവരുടെ അസ്തിത്വത്തെ നിലനിർത്താനല്ലല്ലോ. അവരെയൊക്കെ ഒരു ആര്യവാദത്തിന്റെ പേരിൽ ഇവരെയൊക്കെ ബ്രാഹ്മണന്മാരാക്കി കളയാം, മന്ത്രം ചൊല്ലുന്നവരും സംസ്കൃതം പറയുന്നവരും ആക്കി കളയാം എന്ന് RSS വിചാരിക്കുന്നത് എങ്ങനെയാണ് നവോത്ഥാനാവുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കട്ടെ, RSSന്റെ ഈ കഴിഞ്ഞ ദശകത്തിലെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായിരുന്നു അയോധ്യയിലെ രാമജന്മഭൂമി പ്രക്ഷോഭം. ആ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിട്ടത് ദളിതനാണ്. അയാളെ ബ്രാഹ്മണനാക്കാനാണെങ്കിൽ, അയാളെ ബ്രാഹ്മണ്യത്തിൻ്റെ തലത്തിലാണ് പ്രതിഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അയാളെ കൊണ്ട് ആ ക്ഷേത്രത്തിൻ്റെ തറക്കല്ലിടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നോക്കക്കാരനായ നരേന്ദ്രമോദിയാണ് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഈ പിന്നോക്കക്കാരനെ കൊണ്ടും ദളിതനെ കൊണ്ടും ഒക്കെ മന്ത്രം ചൊല്ലിക്കുന്ന ആര്യവാദത്തിന്റെ പിൻപറ്റാനാണ് ആവശ്യപ്പെടുന്നത്. അവരുടെ അസ്തിത്വം നിലനിർത്താനല്ല. നരേന്ദ്രമോദിയെ കൊണ്ട് ഹിന്ദുത്വം പറയിപ്പിക്കുമ്പോൾ നരേന്ദ്രമോദി സവർണനായി മാറുകയാണ്. ഇത് നിങ്ങൾ പറയുന്നത് ഒരു ഇടതുപക്ഷ ആഖ്യാനമാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ പറയാം, ഇന്ന് ഭാരതത്തിലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ഗോത്ര സമൂഹങ്ങൾ ഏറ്റവും കൂടുതലുള്ളതാണ്. ഗോത്ര സമൂഹത്തിൻ്റെ അസ്തിത്വങ്ങളെ പൂർണ്ണമായി നിലനിർത്തിക്കൊണ്ട് അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു. ഒരു കാലത്ത് വിഘടന തീവ്രവാദത്തിൻ്റെ പിടിയിലായിരുന്ന നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് നമുക്കറിയാം ദേശീയ മുഖ്യധാരയിൽ. കലാപങ്ങൾ അവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സൂര്യനെ ആരാധിക്കുന്നവരാണ്, പ്രകൃതിയെ ആരാധിക്കുന്നവരാണ്, അവർ മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണ്. അവരുടെ ഐഡന്റിറ്റിയെ മുഴുവൻ നിലനിർത്തിക്കൊണ്ടല്ലേ അവരെ ഈ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടിരുന്നത്. അതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിക്കുന്നത്? വനവാസി കല്യാണ അപർണോത്സവത്തിന്റെ പ്രസംഗം എടുത്താൽ, ആ പ്രസംഗം ഞാൻ മുഴുവൻ കേട്ടതാണ്. ആ പ്രസംഗത്തിനകത്തും ശ്രീ NR മധു പറയുന്നത് ഇവിടെ വലിയ നവോത്ഥാനം സംഭവിക്കുകയാണ്. നവോത്ഥാനം എന്ന് പറയുന്നത് ക്ഷേത്രങ്ങൾ ഉയരുന്നതാണ്. അപ്പോൾ നവോത്ഥാന പ്രവർത്തനം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും അങ്ങനെയല്ല. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയ ശ്രീനാരായണ ഗുരു പറഞ്ഞത് ഇത് നിങ്ങളുടെ ശിവനല്ല എന്ന് പറഞ്ഞ് അതൊരു വിപ്ലവ പ്രവർത്തനമാക്കി എടുത്തു. ഇവിടെ ഇപ്പോൾ താങ്കൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാവുകയും ആ ക്ഷേത്രങ്ങളിലൊക്കെ വിശ്വാസികൾ വരികയും ചെയ്യുക എന്നുള്ളതാണ് നവോത്ഥാനം. അതാണോ നവോത്ഥാനം? ഞാൻ സംസാരിച്ചത് ഒരു ക്ഷേത്രത്തിലാണല്ലോ. എൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്ന ഹിന്ദു സമൂഹമാണ്. ഞാൻ ആ ഹിന്ദു സമൂഹത്തെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുണ്ടായ നവീകരണവും നവോത്ഥാനവും ആരംഭിച്ചത് എപ്പോഴാണെന്നും ഞാൻ പറയുന്നുണ്ട്. 21-ലെ മലബാർ കലാപവും അതിനു മുമ്പുണ്ടായ ടിപ്പുവിൻ്റെ ഹൈദരാലിയുടെയും പടയോട്ടത്തിലും മലബാർ മേഖലയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും തകർക്കപ്പെട്ടതിനെക്കുറിച്ചും അതിനുശേഷം 1942-ൽ കേരളത്തിൽ മലബാറിൽ RSS വന്നതിന് ശേഷമാണ് ഇക്കാണായ ക്ഷേത്രങ്ങൾ മുഴുവൻ നവീകരിക്കപ്പെട്ടതെന്നും അതിൽ പി സത്യാഗ്രഹത്തിന്റെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെയും ഒക്കെ കണക്കുകൾ നേരത്തെ ഉണ്ടല്ലോ. ശ്രീനാരായണ ഗുരു നടത്തിയ ഒരു കാര്യം ചെയ്യൂ, ഇസ്ലാം സമൂഹത്തിൽ നവോത്ഥാന നായകന്മാരുടെ ഒരു 10 പേരുടെ പേരിങ്ങോട്ട് പറഞ്ഞേ. ഇസ്ലാം സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേരുടെ പേര് പറയൂ. ക്രിസ്ത്യൻ സമൂഹത്തിലെ നവോത്ഥാന നായകന്മാരുടെ 10 പേര് പറയൂ. നിങ്ങൾ സാധ്യമല്ല. നമ്മൾ കേരളത്തിന്റെ നവോത്ഥാനം എന്ന് പറയുമ്പോൾ അയ്യാവൈകുണ്ഠ സ്വാമിയിലാണ് അത് ആരംഭിക്കുന്നത്. ആധുനികകാല നവോത്ഥാനം അയ്യാവൈകുണ്ഠ സ്വാമിയിലാണ് ആരംഭിക്കുന്നത്. അയ്യങ്കാളിയിലാണ് തുടരുന്നത്. നാരായണഗുരുവിലും ചട്ടമ്പി സ്വാമിയിൽ ഇവരെല്ലാം എവിടെയാണ് ആയിരുന്നില്ലല്ലോ. അവർ RSS ആവണം നിർബന്ധമില്ല. RSS 25-ലല്ലേ ഉണ്ടായത്. 1925-ൽ ഉണ്ടായ RSS അവകാശപ്പെടുന്ന പോലെ ക്ഷേത്രങ്ങളിലൂടെയാണ് നവോത്ഥാനം ഉണ്ടായതെന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ അയ്യാവൈകുണ്ഠ സ്വാമി പതികൾ സ്ഥാപിച്ചു, പിന്നോക്കക്കാരനായിരുന്നു. ഒരു യാഥാർത്ഥ്യം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന അധസ്ഥിത വിഭാഗങ്ങൾക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നില്ലാത്ത സമയത്താണല്ലോ അദ്ദേഹം പതികൾ സ്ഥാപിച്ചത്, മുന്തിരിക്കിണർ സ്ഥാപിച്ചത്. നാരായണ ഗുരുദേവൻ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്? ഈ കേരളത്തിൻ്റെ നവോത്ഥാന പരിശ്രമങ്ങളിലെ ഏറ്റവും വലിയ ഐക്കണായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? നാരായണ ഗുരുദേവൻ നടത്തിയ ശിവലിംഗ പ്രതിഷ്ഠയാണ്. ഒരു ക്ഷേത്ര പ്രതിഷ്ഠയല്ലേ? അതിലൂടെയല്ലേ കേരളം ഓരോരുത്തരെ നോക്കൂ. അയ്യങ്കാളിക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്തത്. ഹിന്ദുവല്ല എന്നും
ഞാൻ നടത്തുന്ന പ്രവർത്തനം അത് ഹിന്ദു നവോത്ഥാനമാണെന്നൊന്നും ശ്രീനാരായണ പറഞ്ഞിട്ടില്ല. അദ്ദേഹം മനുഷ്യരെ ഉണർത്താനാണ് ശ്രമിച്ചിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം ഭദ്രകാളി അഷ്ടകം എഴുതിയത്? അദ്ദേഹം മതേതരത്വ ആത്മീയമായ വിശ്വാസിയായിരുന്നു. അദ്ദേഹം എഴുതിയ ഒരു മതേതരത്വ ഗാനം പറയൂ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നാരായണ ഗുരുദേവന്റെ നമ്മൾ ഏറ്റവും കൂടുതൽ വാഴുന്ന മാതൃകാ സ്ഥാനമാണ്. അതെ, നമ്മൾ നാരായണ ഗുരുദേവന്റെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആണല്ലോ. ഈ ഒരു ജാതി ഒരു മതസാരവും ഏകമെന്നുലകിലൊരു ആനയിൽ അന്തരെന്ന പോലെ ഇത് നാരായണ ഗുരുദേവൻ ഉപനിഷത്ത് വാക്യങ്ങളെ പച്ചമലയാളത്തിൽ പറഞ്ഞാണ്. ഇനി ഉപനിഷത്തിൽ മതത്തെ കുറിച്ച് പറയുന്നില്ല. അല്ല, ധർമ്മമാണല്ലോ ഇവിടെ. മതം എപ്പോഴാണ് ഉണ്ടായത്? മതം പിന്നീടാണല്ലോ ഉണ്ടായത്. മതം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഈ സംസ്കാരത്തെയും ധർമ്മത്തെയും അപേക്ഷിച്ച് വളരെ റേഞ്ച് കുറഞ്ഞ ഒരു മേഖലയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, നാരായണ ഗുരുദേവൻ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞപ്പോഴും നെയ്യാറ്റിങ്കര മതം മാറിപ്പോയ ഈഴവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നാരായണ ഗുരുദേവൻ നേരിട്ട് നേതൃത്വം കൊടുത്തു, ഇല്ലേ? വെള്ളിക്കര മത്തായി എന്ന് പറയുന്ന പുലയനെ വെള്ളിക്കര ചോതിയാക്കി മതം മാറ്റിയ ആളാണ് ഈ പറയുന്ന നമ്മുടെ എന്താണ് നമ്മുടെ പുലയ അയ്യങ്കാളി. മഹാനായ അയ്യങ്കാളി വെള്ളിക്കര മത്തായിയെ വെള്ളിക്കര ചോതിയാക്കി മാറ്റിയ ആളാണ്. ഇവരാരും ഒരു മതത്തെയും ഇഴത്തി സംസാരിച്ചവരൊന്നുമല്ല. ഇവിടെ നവോത്ഥാനം എന്ന് പറയുന്നത് ഹൈന്ദവമായ ആചാര്യന്മാർ. നിങ്ങൾക്ക് നാരായണ ഗുരുദേവനെ മതേതരനാക്കാൻ പറ്റില്ല. അത് പുതിയ ഒരു പ്രവണതയാണ്. അയ്യങ്കാളിയെ മതേതരനാക്കാൻ ശ്രമിക്കുകയാണ്. മതേതരത്വം എന്ന് പറയുന്നത് എന്താണ്? ആ മതത്തിനകത്ത് തന്നെ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് ഇസ്ലാം മതത്തിന്റെയോ എല്ലാ മതത്തെയും ആശയങ്ങളെ തള്ളിപ്പറയുന്നില്ല. രഞ്ജിത്തെ, എല്ലാ മതത്തെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന ലോകത്തിൽ ഒരു മതമേ ഉള്ളൂ. അതിൻ്റെ പേരാണ് ഹിന്ദു. നിങ്ങൾക്ക് ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ സാധിക്കുമോ? 5 നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ്. അതെങ്ങനെയാണ്? 5 നേരം നിസ്കരിക്കുന്നത്? എനിക്ക് എന്റെ വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസമെന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 5 നേരം നിസ്കരിക്കുമ്പോൾ നിങ്ങൾ പറയുന്ന അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല. നമ്മൾ ആരാധിക്കുന്ന അല്ലാഹുവിൽ വിശ്വസിക്കാത്തവനെ കാഫിർ എന്നാണ് വിളിക്കുന്നത്. ഇസ്ലാം അല്ലാത്ത എല്ലാവരും കാഫിറാണ്. കാഫിറിനെ കണ്ടുമുട്ടുന്നിടത്ത് വെച്ച് കൊന്നുകളഞ്ഞാൽ സ്വർഗം കിട്ടുമെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് ഖുറാനിൽ നിന്ന്. ഏത് അധ്യായത്തിൽ? അങ്ങനെയാണെങ്കിൽ ഈ ചർച്ച നമുക്ക് ഖുറാനെ അധികരിച്ചാണ് ഞാൻ ഖുറാൻ കൊണ്ടുവരേണ്ടത്. അങ്ങനെയുള്ള വലിയ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആരോപണമല്ല. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിരവധി വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊരു വിശ്വാസത്തോട് ബഹുമാനത്തോടുകൂടി നിൽക്കാനും ആ വിശ്വാസത്തെയും എല്ലാ വിശ്വാസങ്ങളും ദൈവവിശ്വാസങ്ങളും ഒക്കെ മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുമാണ് എന്ന് കാണുക എന്നുള്ളതാണോ മതേതരത്വത്തിന്റെ അടയാളം? ഈശാവാസ്യം ഇദം സർവം എന്ന് പറയാൻ ഈശാവാസ്യം ഇദം സർവം എന്ന് പറയുകയും അപ്പുറത്തുള്ള മുസ്ലിമിനെ അല്ലെങ്കിൽ ഇസ്ലാം മത വിശ്വാസിയെ കൊല്ലണം അല്ലെങ്കിൽ അവൻ ആ ഒരു മുസ്ലിം വിരോധം പ്രചരിപ്പിക്കുകയും ചെയ്യാണല്ലോ ചെയ്യുന്ന ഒരു വാദം. മുസ്ലിം മതമല്ല, മുസ്ലിം മതമൗലികവാദത്തെയാണ് നമ്മൾ എതിർക്കുന്നത്. ഏത് മതമൗലികവാദവും എതിർക്കപ്പെടേണ്ടതാണ്. എന്റെ മതം മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ്. അത് ഹിന്ദു പറഞ്ഞാലും നമ്മൾ സ്വധർമ്മം നിധനം ശ്രേയ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. സ്വധർമ്മം നിധനം ശ്രേയ പരധർമ്മോ ഭയാഭ. എന്റെ ധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത്, പരധർമ്മത്തിലേക്ക് പോകുന്നത് അത് വലിയ ഭയാഭ തെറ്റാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നത് ഹിന്ദു മതത്തിനകത്തുണ്ടല്ലോ. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വധർമ്മം എന്ന് പറഞ്ഞാൽ മതം എന്നല്ല അർത്ഥം. മതം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു നേരത്തെ. ധർമ്മം എന്ന് പറയും നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മതവും ധർമ്മവും രണ്ടാണ്. മതം കുറച്ചുകൂടെ, ധർമ്മം എന്ന് പറയുന്നത് വലിയ വൈഡ് ക്യാൻവാസ്. എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് പറയുന്നതും ഞാൻ വിശ്വസിക്കുന്ന ദൈവമാണ് ശരി എന്നും പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? തെറ്റാണത്. രണ്ടും തെറ്റാണ്. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് സ്വധർമ്മം. ധർമ്മത്തെക്കുറിച്ചാണ് പറഞ്ഞത്, മതത്തെക്കുറിച്ചല്ല പറഞ്ഞത്. അതെ, എന്റെ ധർമ്മമാണ് വലുത്. ഞാൻ പറഞ്ഞല്ലോ, ധർമ്മം എന്ന് പറയുന്നത് വൈഡ് ക്യാൻവാസ് ആണ്. മതം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്ന ധാർമ്മിക ബോധമാണ് ശരി, ആ ധാർമ്മിക ബോധത്തിൽ അടിസ്ഥാനമായി നിൽക്കണം എന്ന് വിശ്വസിക്കുന്നു. അതൊരാളുടെ വിശ്വാസമാണ്. അതേപോലെ എന്റെ ദൈവമാണ് ശരി, അതൊരാൾ വിശ്വസിക്കുന്നു. അതിലെന്താണ് തെറ്റ്? എന്റെ ദൈവമാണ് ശരി എന്ന് വിശ്വസിക്കാം. എന്റെ ദൈവം മാത്രമാണ് ശരി എന്ന് പറയുന്നതാണ് പ്രശ്നം. അത് അയാളുടെ അദമ്യമായ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ജിഹാദ് ആരംഭിക്കുന്നത്.
എന്റെ ദൈവം മാത്രമാണ് ശരി എന്ന് പറയുന്നതിന് ഇപ്പോൾ ഭഗവത്ഗീതയെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്, അർജുനനോട് കൃഷ്ണൻ ആവശ്യപ്പെടുന്ന ഒരിക്കലും കൊല്ലാനല്ല, അതൊരു ധാർമ്മികമായ അയാളുടെ പരിണാമത്തിന്റെ ഒക്കെ സംഭവമാണ്. അതുപോലെ ജിഹാദിനെയും ഇവിടുത്തെ ഇസ്ലാം മത പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു ആത്മീയമായ വിപ്ലവത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ് ജിഹാദ്. അതൊരു മതമൗലികവാദത്തെ സൂചിപ്പിക്കുന്നതല്ല, നിങ്ങളിൽ ഉണ്ടാവുന്ന ആത്മീയമായ പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോകത്തിൽ മുഴുവൻ നടക്കുന്ന കൂട്ടക്കൊലകളുടെ പിന്നിൽ ഇസ്ലാം എന്ന മതത്തിൻ്റെ പേരുണ്ട്. നമുക്ക് അപ്പോൾ നമ്മൾ പറയും ഇല്ല, മതമല്ല, അത് ഭീകരവാദികളാണ്. ഇപ്പോൾ ഒരു പോലെ ഇപ്പം ജമ്മു കാശ്മീരിൽ വസ്ത്രം പൊക്കി നോക്കി അവരുടെ ഭീകരവാദികളുടെ അജണ്ടയാണ്. അത് ഇവിടെ സാധാരണ മുസ്ലിം സമുദായത്തിന്റെ ഇസ്ലാമിക വിശ്വാസത്തിൽ അത് തള്ളി പറയുന്നല്ലോ. ഇവിടുത്തെ കേരളത്തിലെ ഏത് മത പണ്ഡിതനാണ് പഹൽഗാം ഭീകരാക്രമണത്തെ ന്യായീകരിച്ചിട്ടുള്ളത്? അത് ഇസ്ലാം അല്ല, അത് ഭീകരവാദമാണ് എന്ന് അവർ പറയുന്നു. ഇമോജികൾ ശ്രദ്ധിച്ചിരുന്നോ? സോഷ്യൽ മീഡിയയിലെ ഇമോജികൾ സോഷ്യൽ മീഡിയയിൽ ഒന്നോ രണ്ടോ ഇമേജുകളല്ലോ ഇപ്പൊ മതം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുത്തെ പ്രബലമായ മതസാമുദായിക സംഘടനകൾ ഇസ്ലാം സമൂഹത്തിലെ ജനസാമാന്യത്തെ ഭാരത ദേശീയതയിലേക്ക് കൊണ്ടുവരേണ്ട മത നേതൃത്വം അതിന് ശ്രമിക്കുന്നില്ല. അതിന് ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലുള്ള സുന്നി ഏറ്റവും പ്രബലമായിട്ടുള്ള മുസ്ലിം സമുദായത്തിലെ ഏറ്റവും പ്രബലമായ വിഭാഗമാണ് സുന്നി നേതാക്കന്മാർ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാർ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ ഈ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം അപലപനി അതൊരു സമൂഹത്തിന്റെ പ്രബലമായ അഭിപ്രായമാണ്. അതല്ല ശരി, ഞങ്ങൾ ജയ്ഷെ മുഹമ്മദാണ് യഥാർത്ഥ മുസ്ലിം എന്ന് പറയുന്നിടത്താണ് ഈ ഇസ്ലാമോഫോബിയ ഉള്ളത്. ലോകത്തിൽ പ്രതിദിനം നടക്കുന്ന ഭീകരാക്രമണത്തിൽ കണ്ടെടുക്കപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥം ഖുർആനാണ്, ഭഗവത്ഗീതയല്ല, രാമായണമല്ല, ബൈബിളല്ല. മാറാട് കൊലപാതകം നടന്നപ്പോഴും അവിടെ സമാശ്വാസത്തിന് വേണ്ടി മുസ്ലിം ലീഗ് വന്നിരുന്നു. പിന്നെ കേസ് അന്വേഷിച്ച് വന്നപ്പോഴുണ്ട് മുസ്ലിം ലീഗിനും അതിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞില്ലേ? അതിലെ പ്രതികളിൽ നല്ല ശോധന മുസ്ലിം ലീഗാണെന്ന് തെളിഞ്ഞില്ലേ? അത് ഒരു പ്രദേശത്ത്, മാറാടെന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ രണ്ട് സമുദായങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നമാണ്. അതൊരു വലിയ സമുദായത്തിന്റെ അല്ലെങ്കിൽ ഒരു മതത്തിന്റെ അജണ്ടയായി മാത്രം സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇസ്ലാമോഫോബിയ എന്നും അല്ലെങ്കിൽ അതൊരു വർഗീയ വിദ്വേഷ പ്രചരണമൊക്കെ ആയി മാറുന്നത്. ഈ 90കളിൽ കാശ്മീരിലെ ഹിന്ദു പണ്ഡിറ്റുകളെ ആട്ടി ഓടിച്ചപ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആൾക്കാരെ ആട്ടി ഓടിച്ചു. മതം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആട്ടി ഓടിച്ചത്. ഇത് തന്നെയല്ലേ യസീദികളുടെ കാര്യത്തിൽ നടക്കുന്നത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ വേടം പാടുന്ന പാട്ടുകളിൽ ചൈനയിൽ കത്തിക്കരിഞ്ഞ ഖുറാൻ്റെ മണം വരുന്നു, ചൈന നിൻ ചെങ്കൊടി താഴെ എന്ന് പറയുന്നു? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ ഖുറാൻ കത്തിച്ചത്. അത് അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് വേടന്റെ സ്പോൺസേഴ്സ് എന്ന് പറയുമ്പോൾ വേടൻ ആ കമ്മ്യൂണിസ്റ്റുകാരെ വിമർശിക്കുന്നുണ്ട്. അവിടെയാണ് എനിക്ക് ഈ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവരുടെ അസ്തിത്വമേ നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തല ഇന്ന് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും കക്ഷത്തിലാണ്. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത വേടൻ? എന്തിനാണ് വേടനെ അറസ്റ്റ് ചെയ്തത്? മയക്കുമരുന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ മയക്കുമരുന്ന് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് കണ്ടു എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാഷ് പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് 7 ഗ്രാം കഞ്ചാവേ കണ്ടെത്തിയുള്ളൂ, 8-10 പേരതിനകത്ത് ഉണ്ടായിരുന്നു. വെച്ചാൽ കഞ്ചാവിൻ്റെ അളവ് കുറഞ്ഞു പോയി എന്നുള്ളതാണല്ലോ അതിൻ്റെ അതേ ധ്വനി. പോട്ടെ, അതെന്തുമാകട്ടെ, അറസ്റ്റ് ചെയ്ത ആരാണ്? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ്. ഇടതുപക്ഷ സർക്കാർ ഈ മയക്കുമരുന്ന് ലോബിയൊക്കെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് എപ്പോഴാണ്? കേരളത്തിൻ്റെ ക്രൈം റേറ്റ് കൂടുകയും ക്രമസമാധാന നില തകരുന്ന തരത്തിൽ മയക്കുമരുന്ന് വ്യാപകമായി. മയക്കുമരുന്ന് വ്യാപകമായപ്പോൾ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം. സിനിമ ലൊക്കേഷനിൽ പോയി അറസ്റ്റ് ചെയ്തു. അതേപോലെയാണല്ലോ വേടനെ അറസ്റ്റ് ചെയ്ത്. രായ്ക്ക് രാമാനം വേടൻ എങ്ങനെ വിശുദ്ധനായി? വേടൻ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തോണ്ട് ഇന്ന് മുഖ്യമന്ത്രി വേടനെ വിളിച്ച് ആദരിച്ചിട്ടുണ്ട് അല്ലേ? എങ്ങനെയായത്? അവിടെയാണ് ഞാൻ പറയുന്നത്, വേടൻ്റെ പിന്നിൽ അദൃശ്യ ശക്തികളുണ്ട്. ആ അദൃശ്യ ശക്തികളാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഒറ്റ രാത്രി കൊണ്ട് ആ അദൃശ്യ ശക്തികളുടെ തിട്ടൂരമാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ കൊണ്ട് അവരുടെ നിലപാട് മാറ്റിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അത് താങ്കളുടെ വിശ്വാസമാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, വേടൻ ഒരു ദളിതനായ ഹിന്ദുവാണ്. അപ്പോൾ വേടനെതിരായിട്ട് താങ്കൾ പറയുമ്പോൾ അത് ദളിതർക്കെതിരാവാതിരിക്കാൻ താങ്കൾ വളരെ ബോധപൂർവം അതൊരു ഇസ്ലാമിക് അജണ്ടയാണെന്ന് പറയുന്നു. RSSന്റെ വളരെ പ്രധാനപ്പെട്ട അജണ്ടയാണ് ഒരു ഇസ്ലാമിക വിരുദ്ധമായ പ്രചരണം എന്ന് പറയുന്നത്. അപ്പോൾ വേടനെ കൊണ്ടുപോയി ഒരു ഇസ്ലാമിക് അജണ്ടയിൽ കെട്ടിക്കഴിഞ്ഞാൽ താങ്കൾ വളരെ സേഫാണ്. ഇത് നമ്മളൊരു വേടൻ്റെ പ്രശ്നമല്ല. ഞാൻ ഈ പറയുന്ന നിങ്ങളിപ്പോൾ പറഞ്ഞ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിപ്പോൾ തുടങ്ങിയതല്ല. ഭാരതത്തിൽ ദളിത മുസ്ലിം ഐക്യം എന്നൊരു വാദം വളരെ പ്രബലമായിട്ടുണ്ട്. അതെപ്പോഴാണ്? 1940 തുടങ്ങിയതാണ്. 1940 ആരംഭിക്കുമ്പോൾ അംബേദ്കർ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ സംരക്ഷകനായി മഹാത്മാഗാന്ധിയോട് പോലും മല്ലടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് യോഗേന്ദ്രനാഥ മണ്ഡൽ എന്ന് പറയുന്ന ദളിത പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ അംബേദ്കറോട് പോലും വിയോജിച്ചുകൊണ്ട് 47 രാഷ്ട്രം വിഭജിച്ചപ്പോൾ
ഈ ദളിത മുസ്ലിം ഐക്യത്തിൻ്റെ വക്താവായി പാകിസ്ഥാനിലേക്ക് ചേക്കേറുകയും ഒരു വലിയ അനുയായികളെ കൊണ്ടാണ് പോയത്. അവിടെ ചേക്കേറുകയും അവിടെ തൊഴിൽ വകുപ്പ് മന്ത്രിയായി ജിന്നയുടെ ഭരണകൂടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അദ്ദേഹം കണ്ടതെന്താ? നിർദാക്ഷിണ്യം അദ്ദേഹത്തിൻ്റെ അനുയായികളെ ബലം പ്രയോഗിച്ചും അല്ലാതെയും ഒക്കെ മതം മാറ്റുന്നതാണ് കണ്ടത്. ജിന്നയുമായിട്ട് ഈ കാര്യത്തിൽ ഏറ്റുമുട്ടിയിട്ട് രക്ഷയില്ലാതെ രായ്ക്ക് രാമനും അദ്ദേഹം പലായനം ചെയ്യുകയാണ് ചെയ്തത്. അവസാനം ബംഗാളിൽ നിന്നാണ് ആ മനുഷ്യൻ മരിച്ചത്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സമാനമായ പ്രവർത്തനം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. ദളിത മുസ്ലിം ഐക്യം. എന്താണ് ഈ ദളിത മുസ്ലിം ഐക്യം എന്ന് പറയുന്നത്? ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തിലെ ഒരു പ്രബല വിഭാഗം തന്നെയാണ് ദളിതന്മാർ. ആ ദളിത വിഭാഗത്തെ അവരുടെ അവകാശ നിഷേധങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം എന്ന വാദവുമായിട്ട് ഒരു ദളിത മുസ്ലിം ഐക്യം എന്ന വാദം ഉയർത്തി നീങ്ങുകയാണ്. അതിൻ്റെ കൂടി ഭാഗമായിട്ട് ഈ പാവപ്പെട്ട ഈ വേടൻ എന്ന് പറയുന്ന ഈ വസ്തുതകളൊന്നും തിരിച്ചറിയാനുള്ള ത്രാണിയില്ലാത്ത മനുഷ്യനെ ഇന്നൊരു ടൂളാക്കി മാറ്റിയിരിക്കുന്നു ഇവരെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ വാദം അതാണ്. ആത്യന്തികമായി ഈ പറയുന്ന വേടൻ പ്രതിനിധീകരിക്കുന്നു എന്ന് പറയുന്ന, വേടൻ പ്രതിനിധീകരിക്കുന്നില്ല എന്ന പക്ഷമാണ് ഞാൻ. ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളെ വേടൻ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയും. ആ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെ തങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേർക്കാനുള്ള വളരെ ആസൂത്രിതമായ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെ ചേർക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കഴിയില്ല. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയുടെ തല ഇന്ന് ഈ പറയുന്ന ജിഹാദി വിഭാഗത്തിൻ്റെ കയ്യിലായിപ്പോയി. വേടനെ പോലും ഒരു ഇസ്ലാമിക വിരുദ്ധ അജണ്ടയ്ക്ക് ഉപയോഗിക്കാനാണ് താങ്കളെപ്പോലുള്ള ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യത്തിലേക്ക് രണ്ടാമത്തെ വിഷയമാണെങ്കിൽ കൂടി അതും ഇതിൽ റിലേറ്റഡ് ആണ്. ഷവർമ എന്ന് പറയുന്ന ഒരു ഭക്ഷണം, അതൊരു അറേബ്യൻ ഫുഡാണ്. ഈ ഭക്ഷണം ക്ഷേത്രത്തിൽ പോകുന്നു, ഈ ഭക്ഷണം കഴിക്കരുത്, ഇത് അന്നം ഔഷധമായതുകൊണ്ടും അന്നം ഔഷധമാണ്, ഷവർമ ഒരു അനാരോഗ്യകരമായ ഭക്ഷണമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അതിനോട് വിയോജിപ്പുകൾ ഉണ്ടാവും, എതിർപ്പുകൾ ഉണ്ടാവും, ഇത്രയും വിവാദമാവില്ല. പക്ഷെ താങ്കൾ പറയുന്നത് ഇതിനകത്ത് ഹിന്ദുവാണ് കഴിക്കുന്നത്, ഷവർമ കഴിക്കുന്നതിൽ ഹിന്ദു മാത്രമാണ് എന്ന് പറയുന്നിടത്ത് അതെന്തൊരു അസംബന്ധമാണ്. കാരണം ഈ കേരളത്തിലെ തെരുവുകളിൽ എല്ലാം കിട്ടുന്നൊരു ഭക്ഷണം, കൂടുതൽ മലബാറിൽ കിട്ടുന്നൊരു ഭക്ഷണം, ആ ഭക്ഷണം കഴിക്കുന്നതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഉണ്ട്. അതിൽ മരണപ്പെട്ടവരിൽ മുസ്ലിമും ഉണ്ടാവാം. ഒരു സാമാന്യ യുക്തി കൊണ്ട് നമ്മുടെ നാട്ടിൽ ഈ ഷവർമ പോലെയുള്ള ആഹാരങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹിന്ദു ഓഡിയൻസിനെയാണ് അഡ്രസ്സ് ചെയ്തത്. ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന അനാരോഗ്യകരമായ പ്രവണതകളെ തിരുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് കേരളത്തിൽ ഷവർമ എന്ന് പറയുന്ന ആഹാര സാധനം വന്നിട്ട് അധിക കാലമായിട്ടില്ല. ഇത് കഴിച്ച് മരിച്ചവരിൽ 99% ഹിന്ദു നാമധാരികളാണ്. അതൊരു കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ് ആണല്ലോ. ഒരിക്കലുമല്ല. ഞാൻ തന്നെ ഇറക്കിയ ഒരു വീഡിയോ ഉണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണക്കെടുക്കാമല്ലോ. ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഭൂരിപക്ഷവും മരിച്ചത് ഹിന്ദുക്കളാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഈ മാംസ ഉപയോഗം ഇന്ന് ഹിന്ദു സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. മാംസം കഴിക്കുന്നതിൽ അതായത് ഭക്ഷണം ഒരാൾ ഇഷ്ടപ്പെടുന്നു, അയാൾ അത് കഴിക്കുന്നു. അതായത് ജാതി സെൻസസ് എടുത്തിട്ടോ മത സെൻസസ് എടുത്തിട്ടോ ഒരാൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ഈ മതവിദ്വേഷം അല്ലെങ്കിൽ അതൊരു പാസീവായിട്ട് ഹിന്ദുക്കൾ കൂടുതലായിട്ട് നമ്മളൊക്കെ വെജിറ്റേറിയൻ ഉപേക്ഷിച്ച് ഈ ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അതിൽ കൊണ്ടുവരുന്ന ഒരു ആലങ്കാരികതയുണ്ട്. ഈ ശവം മണക്കുന്ന തെരുവുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു വല്ലാത്ത ഭീകരത കൊണ്ടുവരികയാണ്. ആ ഭീകരത എന്തിനെ യോജിപ്പിക്കുന്നതാണെന്നൊക്കെ ചിലപ്പോൾ ചില ദുരുദ്ദേശപരമായ പ്രസ്താവനയായിട്ട് പോലും തോന്നാതിനെ. അല്ല, അതെന്താ വെച്ചാൽ നമുക്ക് ഓൾറെഡി സെറ്റായ ഒരു അജണ്ടയുണ്ട്. ഒരു RSSകാരൻ പ്രസംഗിക്കുമ്പോൾ അയാൾ മുസ്ലിമിനെതിരാവും അല്ലെ ക്രിസ്ത്യാനിക്കെതിരാവും എന്നൊരു അജണ്ട ഞാനതിനെ കുറിച്ച് പറഞ്ഞോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണ്, ഷവർമ കഴിച്ചു മരിച്ചവരിലേറെയും ഹിന്ദുക്കളാണ് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വന്ന വ്യാഖ്യാനം എന്താ വെച്ചാൽ ഈ ഷവർമയിൽ മുസ്ലിങ്ങൾ ബോധപൂർവ്വം, മിക്കവാറും ഈ കട നടത്തുന്ന മുസ്ലിങ്ങളാണല്ലോ, അവർ ബോധപൂർവ്വം വിഷം വെച്ച് ഹിന്ദുക്കളെ കൊന്നു എന്നൊരു വ്യാഖ്യാനമാണ് ഇവിടെ വന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ പ്രീ സെറ്റായ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ ഇവിടുത്തെ നമുക്കറിയാലോ ഒരു ജിഹാദി ഇടത് എക്കോസിസ്റ്റം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഇടത് ജിഹാദി എക്കോസിസ്റ്റം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന ഈ പ്രസംഗത്തെ പോലും ഒരു വലിയ വിവാദമാക്കിയത് ആ എക്കോസിസ്റ്റമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ വിമർശിച്ച ഹിന്ദുക്കളെയാണ്. അവർ മാംസം കഴിക്കുന്നതിനെതിരെയല്ല ഞാൻ പറഞ്ഞത്, അസമയത്ത് കഴിക്കുന്നു എന്നുള്ളതാണ്. അസമയത്ത് കഴിക്കുന്നു. നമ്മുടെ ബയോക്ലോക്ക്, നമ്മുടെ ബോഡിക്ക് ഒരു ബയോക്ലോക്ക് ഉണ്ട്. ആ ബയോക്ലോക്ക് ഏത് ഭക്ഷണവും അസമയത്ത് കഴിക്കുന്നത് ഏത് ഭക്ഷണമല്ല, മാംസാഹാരം കഴിക്കുന്നത് കൂടുതൽ ഡേഞ്ചറാണ്. അത് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. നമ്മുടെ വളർന്നു വരുന്ന അതൊക്കെ ഒരു ആരോഗ്യശീലത്തിന് നല്ലതാണ്. 6-7 മണിക്ക് മുമ്പ് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളെല്ലാം ഫാറ്റി ലിവറുകാരായി മാറുകയാണ്. പക്ഷേ അതൊക്കെ ആരോഗ്യകരമായിട്ട് ഒരു ഡയറ്റീഷ്യൻ പറയേണ്ട വളരെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്തേക്ക് ഒരു വിദ്വേഷത്തിന്റെ പരാമർശം, അവിടെ എവിടെയാണ് വിദ്വേഷം എന്ന് പറയുന്നത്? ഹിന്ദുക്കൾ കൂടുതലായി കഴിക്കുന്നു, അവിടെ രാമിനെ ഇല്ല
അവിടെ തോമസ് ഇല്ല. ഞാൻ പറഞ്ഞത് ഈ കണക്ക് വെച്ചിട്ടാണ്. ഇതിൽ മരിച്ച നിങ്ങൾക്ക് ഒരു കാര്യം നിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ബിരിയാണി കഴിച്ച് മരിച്ചവരുടെ പോലും ആ മരിച്ചവരുടെ എണ്ണം എടുത്തിട്ട് ഇതിൽ ജാതി നോക്കുന്നു, അതിൽ മതം നോക്കുന്നു എന്ന് പറയുന്നതാണ് വർഗീയത. നോക്കേണ്ടി വരുന്നു. ഷവർമ കഴിക്കുന്ന ആളുകളും സ്ഥാനാർത്ഥിയെ നിർത്താൻ വേണ്ടി മതവും ജാതിയും നോക്കുന്ന അത് രാഷ്ട്രീയം, ഭക്ഷണമല്ലല്ലോ. എല്ലാത്തിനും അത് തന്നെയാണ് നോക്കുന്നത്, എല്ലാ കാര്യത്തിലും. കേരളം നമ്മൾ പ്രബുദ്ധരെ അല്ല കേരളം. പ്രബുദ്ധരാണെങ്കിൽ ഈ ജാതിയും മതമൊന്നും നമ്മൾക്ക് പറയേണ്ടി വരില്ല. എന്തുകൊണ്ടാണ് പറയേണ്ടി വരുന്നത്? പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ എവിടെയാണ് കേരളത്തിലുള്ളത്? അല്ല, ഭക്ഷണത്തിൽ ജാതിയും മതവും ഇല്ലെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത്, ഹിന്ദു സമൂഹത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി നടത്തിയ പരിശ്രമത്തിൽ നിങ്ങൾ ഈ മാംസാഹാരം അമിതമായി കഴിക്കരുത്, ഈ മാംസാഹാരം അസമയത്ത് കഴിക്കരുത്, ഇത് പറയാൻ വേണ്ടിയിട്ട് അതിലൊരു എന്താണ് ഒരു വർമ്മയുടെ പേര് കയറ്റി മരിച്ചതൊക്കെ ഒരു എന്താ പറയാ, ഒരു ആലങ്കാരിക ശൈലി മാത്രമായിട്ടാണ് അതിനെ ഒരു സറ്റയറായിട്ടാണ് എടുക്കേണ്ടത്. ഒരു സറ്റയറായിട്ട് മാത്രമാണ് പറഞ്ഞത്. ഈ എന്നാൽ മുസ്ലിം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയൂ. ഇവിടെ നമ്മള് തിരുവനന്തപുരത്ത് മരിച്ചത് എന്ന് പറയുന്നതിന്റെ ദുരുദ്ദേശമുണ്ട്. മുസ്ലിം ഇത് കഴിക്കുന്നില്ല എന്ന അഭിപ്രായമുണ്ടോ? അല്ല, കഴിക്കുന്നുണ്ട്. അപ്പം കഴിക്കുന്നതിൽ മുസ്ലിം മരിക്കാത്തത് അത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് അതൊരു റാൻഡം ആയിട്ടുള്ള സംഭവമാണ്. കാരണം കുറെ പേര് കഴിക്കുന്നു, അതിൽ കുറെ പേര് മരിക്കുന്നു. ഷവർമ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം ഒരിക്കലും ഹിന്ദുക്കളെ നോക്കി കൊല്ലുന്ന ഒരു ഭക്ഷണ പദാർത്ഥമല്ല. ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം അത് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരേ പാചക പാത്രത്തിൽ നിന്ന് എടുത്ത് കഴിക്കുന്നത്. അതെ, നിങ്ങൾ ഹിന്ദുക്കളെ മാത്രമേ. ഈ വ്യാഖ്യാനം ഇപ്പോൾ രഞ്ജിത്തിന്റെ വ്യാഖ്യാനമല്ല ആഖ്യാനം, ഈ ആഖ്യാനമാണ് ഓൾറെഡി സെറ്റ് ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. ഷവർമ എന്ന് പറയുന്ന ആഹാരം അതിനെ മാത്രമാണ് ഞാൻ എടുത്തത്. ഷവർമ മാത്രമല്ല, മറ്റ് അറേബ്യൻ ഫുഡുകളല്ല. മാംസാഹാരം അറേബ്യൻ ഫുഡല്ലല്ലോ, മാംസാഹാരം. ഞാൻ മാംസാഹാരം കഴിക്കുന്നതിൽ തെറ്റില്ല. ഞാൻ ഈ പറയും, അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പ്രസംഗം കേട്ടാൽ മനസ്സിലാവും, അതിലൊരു വിരോധവുമില്ല. മാംസം നേദിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് ഈ നാട്ടില്, മാംസം നേദിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. ഇതിനെതിരല്ല. എന്താ RSSന്റെ തിട്ടൂരം വേണോ? ഇതൊരു ഏകശിലാ ഘടനയല്ലല്ലോ. ഈ ഭാരതത്തിൽ എത്രയോ വൈവിധ്യം ഉണ്ട് ആരാധനാ സമ്പ്രദായത്തിൽ. ഞാൻ മുമ്പേ പറഞ്ഞില്ല, നോർത്ത് ഈസ്റ്റിൽ അവർ മത്സ്യമാംസാദികൾ ഉപയോഗിക്കുന്നവരല്ലേ. പച്ചക്കറി സംസ്കാരത്തെ പ്രതിനിധീകരിക്കാനാണ് RSS ശ്രമിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, RSSൽ ഇന്ന് പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ദളിത പിന്നോക്ക ജനവിഭാഗങ്ങളിൽപ്പെട്ടവരാണ്. അവരെല്ലാം പച്ചക്കറിക്കാരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ലല്ലോ. പച്ചക്കറി സംസ്കാരത്തെ പ്രചരിപ്പിക്കേണ്ട അത് കാര്യം നമുക്കില്ല. നമുക്ക് വസ്തുനിഷ്ഠമായി പറയുമ്പോൾ നമുക്ക് പച്ചക്കറി കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്ന് നമ്മൾ പറയാറുണ്ട്. മാംസം കഴിക്കുന്ന സാഹചര്യം കഴിക്കുന്നതിന് നമ്മൾ ആരും എതിര് പറയുന്നില്ല. മാംസം ചികിത്സയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നില്ലേ? അജമാംസ രസായനമില്ലേ? അല്ലെങ്കിൽ കുരങ്ങ് രസായനമില്ല, കരിങ്കുരങ്ങ് രസായനമില്ലേ? ഇതൊക്കെ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യുന്നില്ലേ? മാംസ ചികിത്സ തന്നെയുണ്ടല്ലോ, ആയുർവേദത്തിൽ മാംസ ചികിത്സയുണ്ട്. ഇതിനെയൊന്നും ആരും എതിർക്കുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് കൂടുതൽ ഹിന്ദുക്കളാണ് ഇവിടെ മരിച്ചത്. ഈ പറയുന്ന ആഹാര സാധനം കഴിച്ചു മരിച്ചത്. അത് ഞാൻ എൻ്റെ ഒരു സാമാന്യ ലോജിക്ക് കൊണ്ട് ഞാൻ പറയുകയാണ്. അതിൽ എത്ര മുസ്ലിം കഴിച്ചു, എത്ര ക്രിസ്ത്യൻ കഴിച്ചു എന്നുള്ള എണ്ണം എടുത്തിട്ടൊന്ന് ഒരു സാമാന്യ ലോജിക്ക് കൊണ്ട് പറയുകയാണ്. ഹിന്ദുക്കളാണ് ഇത് കൂടുതൽ കഴിക്കുന്നത്. അവർ കൂടുതൽ കഴിക്കുന്നവരാണ് കൂടുതൽ മരിച്ചത്. ഇതാണ് എൻ്റെ ഒരു വാദം. അല്ലാതെ മുസ്ലിങ്ങൾ ബോധപൂർവ്വം ഇവർക്ക് വിഷം കൊടുത്തു എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ആ ഉദ്ദേശം നിങ്ങൾ ആഖ്യാനം ഓൾറെഡി നരേറ്റീവ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരുടെ നരേറ്റീവ് മാത്രമാണ്. 100 വർഷം തികയുന്ന RSSനെ ഒരു വേടനിലൂടെയും ഷവർമയിലൂടെയും ഒക്കെ ആളുകൾ വീണ്ടും ചർച്ചയാക്കുന്നു എന്നുള്ളിടത്തൊരു ദൗർഭാഗ്യകരമായ സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ദൗർഭാഗ്യമൊന്നുമില്ല. കാരണം ഈ കേരളത്തിലും ഭാരതത്തിലും ഇത്രയേറെ സാമൂഹ്യ പരിവർത്തനം കൊണ്ടുവരാൻ സാധിച്ച രാഷ്ട്രീയ സ്വയംസേവക സംഘം ഒരു വേടനിലൂടെയോ അല്ലെങ്കിൽ മാംസാഹാരത്തിൻ്റെയോ സസ്യാഹാരത്തിൻ്റെയോ പേരിലൊന്നും അല്ല ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. RSS ശ്രദ്ധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന സംഘടന പോലും അല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വളരെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന എല്ലാ പരിവർത്തനവും, ഇപ്പോൾ ജാതീയത പോലും, മഹാത്മാഗാന്ധി ദില്ലിയിലെ RSSൻ്റെ ക്യാമ്പിൽ വന്നിട്ട് ഇതിൽ എത്ര ഹരിജൻ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഒരാളും കൈപൊക്കിയില്ല. ഹരിജൻ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ. അവരുടെ ജാതീയമായ വേർതിരിവുകളെ എല്ലാം മറന്നിട്ട് ഒരു ദേശീയ സ്വത്വബോധത്തിലേക്ക് അവർ മാറുകയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഈ ജാതിയെ നമ്മൾ ആഘോഷിക്കേണ്ടതല്ല. ഇന്നലെ നടന്ന അനീതികൾ, ഇപ്പോൾ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം. അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടായത് എന്തിനാണ്? അമേരിക്കയിൽ സിവിൽ വാർ ഉണ്ടായത് കറുത്തവനും വെളുത്തവനും തമ്മിലുള്ള സംഘർഷമാണ്. അവിടെ അടിമയും ഉടമയും തമ്മിലുള്ള സംഘർഷമാണ്. അമേരിക്ക എത്ര പുരോഗമിച്ചു? ഇന്ന് അമേരിക്കയിലെ സമൂഹം ഈ കറുത്തവനും വെളുത്തവനും അല്ലെങ്കിൽ അടിമയും ഉടമയും എന്നുള്ള ചരിത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിലെ സ്ഥിതി അതല്ലല്ലോ. കേരളത്തിൽ ഈ അജണ്ട ആരാണ് സെറ്റ് ചെയ്യുന്നത്? അവിടെയാണ് ഞാൻ ജിഹാദികളുടെ പേര് പറയുന്നത്. ഇത് എല്ലാ കാലത്തും
ഭാരതത്തെ തകർക്കാൻ വേണ്ടി ഒരു കാലത്ത് ഇത് കൊളോണിയൽ ശക്തികളാണ് ശ്രമിച്ചത്. ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ ഇവിടെ സംഘർഷം ഉണ്ടാക്കിയത് കൊളോണിയൽ ശക്തികളാണ്. ആ കൊളോണിയൽ ശക്തി പോയപ്പോൾ അത് ഏറ്റെടുത്ത് ആര്യൻ അധിനിവേശ സിദ്ധാന്തം വ്യാപകമായി പ്രചരിപ്പിക്കുന്ന ആരാണ്? ഇവിടുത്തെ അക്കാദമിക് തലത്തിൽ ആര്യൻ അധിനിവേശ സിദ്ധാന്തം പ്രചരിപ്പിക്കുന്ന ആരാണ്? ഇതൊക്കെ പരിശോധിച്ചാൽ ബ്രിട്ടീഷുകാർ പോയതിന് ശേഷം അതിവിടുത്തെ ഇടതുപക്ഷക്കാരാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് ഇടതുപക്ഷ ജിഹാദി ഐക്യം ഈ രാജ്യത്തെ ശിഥിലമാക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ ഓരോ ഗോത്ര സമൂഹങ്ങളെയും ഓരോ ജാതിക്കാരെയും അവരുടെ ആ ജാതി പറഞ്ഞ് അവർ പണ്ട് അവരുടെ കാരണവന്മാർ അനുഭവിച്ച തിക്താനുഭവങ്ങളൊക്കെ പറഞ്ഞ് അത് ആവർത്തിച്ച് ഓർമ്മിപ്പിച്ച് ഒരു വേറിടൽ വാദം ഉയർത്താൻ ശ്രമിക്കുകയാണ്. അത് ശരിയല്ല. സംസ്ഥാന സെക്രട്ടറിയും താങ്കൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അതോടൊപ്പം CPM ഭരിക്കുന്ന സർക്കാർ കേസെടുത്തിട്ടുണ്ട്. അതൊക്കെ രാഷ്ട്രീയ അജണ്ട ആയിട്ടാണ് കണക്കാക്കുന്നത്. നിശ്ചയമായിട്ടും കേസെടുക്കാനാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഈ മതപരമായ വിദ്വേഷമൊന്നും പറയരുതെന്ന് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ അസംബന്ധമാണ് എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറിയാണ്. സനാതനധർമ്മികൾ ആയിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട്. അവരുടെ വികാരം വ്രണപ്പെട്ടല്ലോ, കേസെടുക്കണ്ടേ? എന്തേ പാർട്ടി സെക്രട്ടറിക്കെതിരെ കേസെടുക്കാത്തത്? ഇനി ഒരു കാലത്ത് മുസ്ലിമിനെ വിമർശിച്ച പിണറായി വിജയനുണ്ട്, ഇന്ന് വിമർശിക്കില്ല, അത് വേറെ വിഷയം. നബിയുടെ തിരുകേശം ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു. എന്താ കേസെടുക്കാഞ്ഞ്? കേസെടുത്തില്ലല്ലോ. ആ പിണറായി വിജയൻ ഈ കഴിഞ്ഞ ദിവസം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി പറഞ്ഞു. എന്താണ്? മലപ്പുറം ജില്ലയിൽ ഹവാലയും സ്വർണ്ണക്കടത്തുമുണ്ട് എന്നൊരു ഇംഗ്ലീഷ് പത്രത്തിന് കൊടുത്ത അഭിമുഖമുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഒരു വസ്തുത പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വിവാദമാക്കുകയാണല്ലോ. സംവാദത്തിന് തയ്യാറല്ല നമ്മൾ, വിവാദങ്ങളിലാണ് നമ്മൾ അഭിരമിക്കുന്നത്. മുഖ്യമന്ത്രി മാറ്റി പറഞ്ഞു. എത്ര സംഭവങ്ങൾ വേണമെങ്കിലും എനിക്ക് പറയാൻ സാധിക്കും ഈ അടുത്ത കാലത്ത് ഉണ്ടായത്. അപ്പം ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിച്ച് നിർത്തണം. കാരണം എന്താണ്? മുസ്ലിം ജനസാമാന്യം മുഴുവൻ വർഗീയവാദികളാണെന്നോ ഭീകരവാദികളാണെന്നോ ഒന്നുള്ള പക്ഷം എനിക്കില്ല. പക്ഷേ ഇവിടുത്തെ മുസ്ലിം 30% എത്തുകയാണ് കേരളത്തിൽ. ഈ എന്താ പറയുക, നമ്മുടെ പൊളിറ്റിക്സിൽ ആ വോട്ട് നേടാൻ വേണ്ടിയിട്ട് നാടിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരെ ഒത്തുതീർപ്പുകളിലേക്ക് എത്തുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം. വേടനെ ആഘോഷിക്കുന്നവരും ഈ ഒത്തുതീർപ്പിലേക്ക് എത്തിയവരാണെന്നാണ് ഞാൻ പറഞ്ഞത്. 30% മാറ്റി നിർത്തണം എന്ന് അറസ്റ്റിന് അഭിപ്രായമുണ്ട്. ഈ നിങ്ങൾക്കറിയാമല്ലോ, ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ്. 22 കോടി മുസ്ലിങ്ങൾ ഭാരതത്തിലുണ്ട്. മുസ്ലിങ്ങൾ അവരില്ലാതെ ഈ രാജ്യം ഇല്ലല്ലോ. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, ഇത് നിങ്ങളുടെ നരേറ്റീവാണ്. RSS എപ്പോഴെങ്കിലും മുസ്ലിങ്ങളെ നാട് കടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ നാടിൻ്റെ ദേശീയം നമ്മുടെ ഈ കഴിഞ്ഞ സിന്ദൂർ ആക്രമണത്തെ വിശദീകരിക്കാൻ വേണ്ടി പട്ടാളത്തിൻ്റെ ഉയർന്ന ഒരു ഉദ്യോഗസ്ഥയായിട്ട് വന്ന സ്ത്രീ മുസ്ലിമല്ലേ? നമ്മുടെ എല്ലാ രംഗത്തും മുസ്ലിങ്ങളല്ലേ? ഈ രാജ്യത്ത് അബ്ദുൽ കലാം ആസാദിനെ പ്രഥമ പൗരനാക്കിയതാരാ? രണ്ടാമത് അദ്ദേഹത്തെ വീണ്ടും ആക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അല്ലേ? ഇവിടുത്തെ ദളിതന്മാരും പിന്നോക്കക്കാർക്ക് ഒന്നും നീതി കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു ഗോത്ര സമൂഹത്തിൽ നിന്നൊരു സ്ത്രീയെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആക്കിയതാരാ? അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങളെ എല്ലാം പലായനം ചെയ്യിക്കണം, പിന്നോക്കക്കാരെ ഓടിക്കണം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രമാണ് ഈ RSSനുള്ളതെങ്കിൽ ഇതെങ്ങനെ സാധിക്കും? അതേ ഗോത്ര സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ അതേ ദളിതനെ അപമാനിച്ചുകൊണ്ടാണ് താങ്കളുടെ പ്രസംഗം എന്നുള്ളതാണ് ഈ വിവാദങ്ങളുടെ. ഒരിക്കലും ഞാൻ വേടനെ പേഴ്സണലായിട്ട് ആക്രമിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, വേടൻ എന്ന കലാകാരനെ എല്ലാ ബഹുമാനവും കൊടുത്തുകൊണ്ട് തന്നെയാണ് അഭിസംബോധന. ഞാനിപ്പോഴും പറയുന്നു, വേടൻ ഒരു നിഷ്കളങ്കനായ ചെറുപ്പക്കാരനാണ്. അയാൾ അറിയാതെ ഒരു ട്രാപ്പിൽപ്പെട്ടിരിക്കുകയാണ്. അയാളെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുന്നത് ഇവിടുത്തെ എക്സ്ട്രീം ലെഫ്റ്റിസ്റ്റുകളും ജിഹാദികളുമാണ് എന്ന് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയും.